السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. القرآن مأدبة الله في الأرض، فأقبلوا على مأدبته ما استطعتم. محمد رسول الله صلى الله عليه وسلم. സർവാധരണീയരായ ദർഗാ കമ്മിറ്റി ഭാരവാഹികളെ, ബഹുവന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ആമുഖം നീണ്ടുപോകുന്നത് വിഷയസംബന്ധമായ ചർച്ചക്കും പ്രഭാഷണത്തിനും തടസ്സമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ അർപ്പിതമായ വിഷയം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശാലമായി ഈ വിഷയം എന്തായാലും അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ വഴികാട്ടിയാണ് എന്ന തലക്കെട്ടിൽ സംസാരിക്കുമ്പോൾ അതിർവരമ്പുകളില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആശയ പ്രപഞ്ചം, ഖുർആന്റെ വചനങ്ങള്, അത് 6000-ൽ പരം വചനങ്ങളാണ്. 6000 ചില്ലാനം വചനങ്ങളാണ്. അതിന് ലിമിറ്റേഷൻ ഉണ്ട്.
പക്ഷേ വിശുദ്ധ ഖുർആന്റെ വചന പൊരുളുകൾക്ക് അതിന് പരിമിതികളില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എത്ര നേരം സംസാരിച്ചാലും അവസാനിക്കാത്ത പ്രവിശാലമായ ഒരു വിഷയമാണ് എന്ന തിരിച്ചറിവുകൊണ്ട് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ മാന്യ വ്യക്തികളും കമ്മിറ്റി ഭാരവാഹികളും വിശിഷ്യ സാധാത്തുക്കളും ഉലമാക്കളും എല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് മനസ്സിലാക്കി ആമുഖ ഭാഷണം തീരെ നീട്ടാതെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഏതായാലും നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഖുതുബുസ്സമാൻ സയ്യിദ് മദനി തങ്ങളുടെ ഓർമ്മയിലാണ് എന്ന് രണ്ടാമതൊരാവർത്തി പറയേണ്ടതില്ല. ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയുന്നവരാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും കടന്നു വരേണ്ടതില്ല. മഹാനവറുകളുടെ ചാരത്ത് വെച്ച് നടത്തുന്ന പരിപാടിയായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മദതും ഒരു തിരുനോട്ടവും ഈ സദസ്സിലേക്ക് ഉണ്ടാകും എന്നു തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ വിഷയത്തിന്റെ അവതരണം ആരംഭിക്കാം. വിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ വഴികാട്ടി. എത്ര മനോഹരമായ ഒരു വിഷയമാണ്. അതായത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് സത്യത്തില് മനുഷ്യന്റെ ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റി സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആന്റെ പ്രധാന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ്. ആദ്യത്തെ പ്രഥമ പഞ്ചവചനങ്ങൾ ഈ ലോകത്തേക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി വെളിച്ചം കണ്ട ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ഈ 5 വചനങ്ങളില് പ്രധാന പ്രമേയമായത് ഏതാണ്? ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നതാണ്. മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് പടച്ചൊരുക്കിയ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബിന്റെ നാമത്തിലായിരിക്കണം നബിയെ തങ്ങൾ വായിക്കേണ്ടത്. അങ്ങയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. ആ രക്ഷിതാവാണ് മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചൊരുക്കിയത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആദ്യത്തെ വചനങ്ങളിൽ തന്നെ മനുഷ്യനെ പ്രമേയമാക്കിയ ഏറ്റവും ഉദാത്തമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മനുഷ്യൻ, ആ മനുഷ്യനെ വഴി കാണിക്കാനാണ് ഈ വിശുദ്ധ ഖുർആൻ വന്നത് എന്ന് പറയാൻ എന്താ കാരണം? വിശുദ്ധ ഖുർആന്റെ ദൗത്യം എന്താ? അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ദൗത്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാനവരാശിയുടെ സമൂല പരിവർത്തനമാണ്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രധാന ദൗത്യം. വിശുദ്ധ ഖുർആന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരാകുന്ന നമ്മുടെ ജീവിത വെളിച്ചത്തിനായി അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ ഗിഫ്റ്റാണ്, സമ്മാനമാണ്, ഉപഹാരമാണ് വിശുദ്ധ ഖുർആൻ. ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലെ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെളിച്ചത്തിന്റെ പ്രാരംഭം. എല്ലാവർക്കും അറിയാലോ, ഇഖ്റ ബിസ്മി അവതരിക്കുന്നത് അവിടെയാണ്.
വിശുദ്ധ ഖുർആൻ അവതരണത്തിന് സാക്ഷിയായ മക്കയിലെ പുണ്യ പർവ്വതത്തിന്റെ പേരെന്താ? അന്നൂർ, വെളിച്ചം. ജബലുൻ നൂർ. ആ പർവ്വതത്തിന്റെ പേര് അന്നൂർ, വെളിച്ചം എന്നാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു അൻസല മഅഹുൻ നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ വിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചം അല്ലാഹു അവതരിപ്പിച്ചു. അപ്പോൾ ഖുർആനും വെളിച്ചാണ്. ഖുർആനെ പറ്റി അല്ലാഹു വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയെ കുറിച്ച് അല്ലാഹു വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു തആല പരമ വെളിച്ചം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. മണ്ണിന്റെയും വിണ്ണിന്റെയും ചാലക ശക്തി പടച്ചോനാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുമ്പോൾ അവിടെയും അല്ലാഹു പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പദം നൂർ എന്ന പദമാണ്. വെളിച്ചം എന്ന് പറയുന്നത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന് മാത്രം പറയുന്ന ഒരു പേരല്ല. അതൊരു സാങ്കേതിക പ്രയോഗമാണ്. അത് ഈ വെളിച്ചത്തിന് വെളിച്ചം എന്ന് പറയും. ചില ഗ്രന്ഥങ്ങൾക്ക് വെളിച്ചം എന്ന് പറയും. അള്ളാഹുവിന് വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിച്ചവർ. ആ വെളിച്ചം വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയും വെളിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എവിടെയാണ്? സൂറത്തു നൂറിൽ തന്നെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന ആ വിശാലമായ ആയത്ത് ഇങ്ങനെ ഓതി ഓതി വരുമ്പോ അതിൽ വരും നൂറുൻ അലാ നൂർ, വെളിച്ചമായ വിശുദ്ധ ഖുർആൻ, സമ്പൂർണ്ണ വെളിച്ചമായ വിശുദ്ധ ഖുർആൻ, പരിപൂർണ വെളിച്ചമായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ തിരുഹൃദയത്തിൽ ഇറങ്ങിയപ്പോൾ നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചം. ആ ആദ്യത്തെ നൂർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആനാണ്. രണ്ടാമത്തെ നൂർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹൃദയമാണ്. വിശുദ്ധ ഖുർആൻ സ്വയം വെളിച്ചമാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവും വെളിച്ചമാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട തിരുഹൃദയവും വെളിച്ചമാണ്. ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച മലയുടെ പേരും ജബലുൻ നൂർ എന്നാണ്, വെളിച്ചം എന്നാണ്. എങ്കിൽ ഈ 4 വെളിച്ചങ്ങൾ എവിടെയാണോ സംഗമിക്കുന്നത്, ആ 4 വെളിച്ചങ്ങൾ സംഗമിച്ച ആ സംഗമ ഭൂമികയില് ഇനി ഇരുട്ടന്വേഷിക്കുന്നവൻ കൃത്യമായി ഭ്രാന്തനായിരിക്കും. കാരണം ഇത്രയും സമ്പൂർണമായ 4 വെളിച്ചങ്ങൾ ഒന്നിച്ചു ചേർന്നതിന്റെ പേരാണ് ഖുർആൻ അവതരണം. ഇനി അവിടെ ഒരു ഇരുട്ടന്വേഷിച്ചാരും മെനക്കെടേണ്ടതില്ല. അതുകൊണ്ട് ഖുർആൻ മനുഷ്യന് ഒരിക്കലും അപകടത്തിൽ കുടുങ്ങാതെ, യാതൊരു തരത്തിലുമുള്ള പരാജയങ്ങൾ ഏൽക്കാതെ, ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കഥ പറയിപ്പിക്കാതെ ജീവിത വിജയം മാത്രം ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന സമ്പൂർണ്ണ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയ വലിയ ഒരു ഗിഫ്റ്റാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. മനോഹരമായ ഒരു സമ്മാനമാണ്. ഈ സമ്മാനം നാം നിലനിർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം മാനവരാശിയുടെ സമൂല പരിവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞു. ഖുർആൻ വെറുതെ വായിച്ച് രസിക്കാനുള്ള ഒരു കഥാപുസ്തകമല്ല. നമ്മളൊക്കെ കഥാപുസ്തകങ്ങൾ വായിക്കാറുണ്ട്, സ്റ്റോറി ബുക്സ്. പലരും വായിക്കും കഥാബുക്കുകൾ. അത് വായിക്കാൻ ഒരു രസാണ്.
അങ്ങനെ വായിച്ച് രസിക്കാനുള്ള ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. വായിച്ച് തള്ളാനുള്ള നോവലുകളുമല്ല വിശുദ്ധ ഖുർആൻ. നോവലുകൾ എന്ന കൽപ്പിത കഥകളല്ല വിശുദ്ധ ഖുർആൻ. പിന്നെന്താണ് വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു പറഞ്ഞു, വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ഹോ, എത്ര മനോഹരമാണത്! എത്ര മനോഹരമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനം. വമാ അല്ലംനാഹു അശ്ശിഅറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആരുറപ്പുള്ള വചനങ്ങൾ ഓതി. അതാ അന്ധകാരത്തിൽ മൂടുറച്ചു പോയ ഒരു സമൂഹത്തെ എത്ര പെട്ടെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നന്മയുടെ മൂല്യങ്ങളുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, വമാ അല്ലംനാഹു അശ്ശിഅറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്ന പേരിൽ അള്ളാഹുവിന്റെ കലാമായി നിങ്ങളുടെ മുമ്പിൽ ഓതുന്ന വചനങ്ങളില്ലേ, ഇതൊന്നും കൽപ്പിത കഥകളല്ല. വമാ അല്ലംനാഹു അശ്ശിഅറ. മുത്തുനബിക്ക് നമ്മൾ ഒരിക്കലും അശ്ലീല സാഹിത്യം മുത്തുനബിക്ക് പഠിപ്പിച്ചിട്ടില്ല. അശ്ലീല സാഹിത്യം മുത്തുനബിക്ക് നമ്മൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു. അശ്ലീല സാഹിത്യം മുത്തുനബിയോട് ചേർന്നതുമല്ല. അത് മുത്തുനബിയെ പോലെ ഉയർന്ന വ്യക്തിത്വമുള്ള ഒരാൾക്ക് പറ്റിയ പണിയല്ല. വമാ അല്ലംനാഹു അശ്ശിഅറ എന്ന് പറഞ്ഞാൽ മുത്തുനബിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല എന്നൊരർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചീത്തയായ കവിതകള്, വൃത്തികെട്ട കവിതകൾ മുത്തുനബിക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇക്കിളിപ്പാട്ടുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതല്ല വിശുദ്ധ ഖുർആൻ എന്ന ഒരാശയം. ഇനി അതല്ല, പദ്യമല്ല, കവിതയല്ല എന്ന ആശയവും റെഡിയാണ്. പക്ഷേ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങള് അത് അശ്ലീലമല്ല എന്ന അർത്ഥത്തിനാണ് അവിടെ കൂടുതൽ സാധ്യതയുള്ളത്. മുത്തുനബിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പലപ്പോഴും നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. കവിത എന്ന അർത്ഥാണ് ഈ ആയത്തിന് പറയുന്നതെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചീത്ത കവിതകൾ പാടൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നല്ല കവിതകൾ പാടുമെന്നാവാം. അതല്ലെങ്കിൽ നല്ല കവിതകൾ എന്ന് തന്നെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കവിതയായിട്ടല്ല പാടിയത്, മനഃപൂർവ്വം കവിതയായി പാടിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വായിച്ചു. അത് വേണമെങ്കിൽ കവിതയായും പാടാൻ കഴിയും, അല്ലെങ്കിൽ കവിതയായി മനഃപൂർവ്വം പാടിയതല്ല. ഇങ്ങനെയൊക്കെ അതിനെ വിശദീകരിക്കാറുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞ ഒരു വ്യാഖ്യാനം അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ അർത്ഥം പറഞ്ഞത്. വമാ അല്ലംനാഹു അശ്ശിഅറ. മഹാനവറുകൾ പറഞ്ഞു, കവിത എന്നല്ല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഷിഅറുകളുടെ അർത്ഥം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുല്ലു മാ വറദ ഫിൽ ഖുർആനി മിനശ് ശിഅർ. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഷിഅർ, ആ പറഞ്ഞ മുഴുവൻ ഷിഅറുകളും അൽ മുറാദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ശിഅറുൽ മന്തിഖിയു, മന്തിഖിന്റെ ഭാഷയിലുള്ള കവിതയാണ്, ഷിഅറാണ്, കവിതയല്ല. കവിതയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്തിഖിന്റെ ഭാഷയിലുള്ള ഷിഅറാണ്. പണ്ഡിതന്മാർക്കറിയും, എന്റെ സദസ്സിലിരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും അറിയും. സാധാരണക്കാർക്ക് അത് പറഞ്ഞിട്ടായിട്ട് കൂടുതൽ കാര്യം ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കാരണം മന്തിഖിന്റെ ഭാഷയിൽ കവിത ആവണമെന്നില്ലല്ലോ ഷിഅറാവാൻ. ശ്ലീലവും അശ്ലീലവും അവിടെയാണ്. ഊഹാപോഹങ്ങളും ഇല്ലാ കഥകളും
മെനഞ്ഞുണ്ടാക്കുന്നത് ഗദ്യാവട്ടെ പദ്യാവട്ടെ മന്ദിക്കിന്റെ ഭാഷയിൽ ഷെയറാണ്. ഇത് മന്ദിക്കിന്റെ കിതാബുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞത് ഈ അർത്ഥം പറയുകയാണെങ്കിൽ ഖുർആനിൽ പറഞ്ഞ ഷിഅറുകളൊക്കെ ഈ അർത്ഥത്തിനാണെന്ന് പറഞ്ഞാൽ കാരണം കവികളുടെ പിന്നാലെ ആളുകൾ പോകുന്നതിനേക്കാൾ നോവലിസ്റ്റുകളുടെ പിന്നാലെയാ പോകുന്നത്. നോവലിസ്റ്റുകളെയും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഷിഅറിന് ഈ അർത്ഥം പറയണം. അപ്പോഴാണ് നോവലിസ്റ്റുകളും കൂടെ ഇതിൽ പെടുക. കാരണം പദ്യാവണമെന്നില്ല, എന്തോ കൽപ്പിത ലോകത്ത് എഴുതുന്നതും പാടുന്നതും പറയുന്നതും ഒക്കെ ഷിഅറാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സാങ്കല്പിക കഥകൾക്ക്, കൽപ്പിത കഥകൾക്ക് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥാനവുമില്ല. ഖുർആൻ പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരിക്കും. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ. കണ്ടോ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വ്യക്തമായ ഉത്ബോധനമാകുന്നു, അതുപോലെ തന്നെ വ്യക്തമായ പാരായണ ഗ്രന്ഥവുമാകുന്നു. വ്യക്തമായ പാരായണ ഗ്രന്ഥവുമാകുന്നു വിശുദ്ധ ഖുർആൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. എത്ര കൃത്യമായിട്ടാണ് പടച്ചറബ് പറയുന്നത്. അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഒരിക്കലും ഒരു കഥാപുസ്തകമല്ല. അത് നല്ല ഉത്ബോധന ഗ്രന്ഥമാണ്. മനസ്സിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ടാണ് എത്രയോ ആളുകൾ പലപ്പോഴും വിളിച്ചിട്ടും സത്യത്തിലേക്ക് വരാത്ത ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന ഭാഗം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്ത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഭാഗം ഖുർആന്റെ ആ വചനങ്ങൾ ഇങ്ങനെ കേട്ട സമയത്ത്, സ്വന്തം പെങ്ങളിൽ നിന്ന് കേട്ട സമയത്ത്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഏതു മനുഷ്യന്റെയും മനസ്സിന് മാറ്റം നൽകാൻ പറ്റുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നർത്ഥം. അത് മനുഷ്യനെ അടിമുടി മാറ്റുന്ന ഗ്രന്ഥമാണ്. മനുഷ്യന്റെ ശീലങ്ങളെ മാറ്റിയെഴുതുന്ന ഗ്രന്ഥമാണ്. ഇതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തു ഇബ്രാഹീമിന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ ഒരായത്തിനെ ചുറ്റിപ്പറ്റി നമ്മുടെ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. കിതാബുൻ അൻസൽനാഹു ഇലൈക, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇത് നബിതങ്ങൾക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. നബിയെ, നമ്മൾ അങ്ങേക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണിത്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അന്ധകാരങ്ങളിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് അങ്ങ് നയിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം അങ്ങേക്ക് നൽകിയത്. അപ്പൊ എന്താ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഗുണം? എന്താ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് കൊണ്ടുള്ള ഗുണം? ഈ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് ഇതിലെ സാരോപദേശങ്ങൾ കേൾപ്പിച്ചു. നബിയെ, തങ്ങളങ്ങ് സംസാരിച്ചാൽ കുറ്റമറ്റ ഒരു ഗ്രന്ഥം കയ്യിലേന്തി കുറ്റമറ്റ ഒരു വ്യക്തി ജനങ്ങളിലേക്ക് രംഗപ്രവേശം ചെയ്ത് അവരെ ഉപദേശിച്ചാൽ തീർച്ച അവർ സൽപാന്താവിലേക്ക് കടന്നു വരും. സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ അതാ പറഞ്ഞത്, വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം
നബിയേ, ഈ ഖുർആൻ യുക്തിഭദ്രമായ ഖുർആനാണ്. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയേ, തങ്ങളാണെങ്കിലോ 1,24,000 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ 1,24,000 നബിമാരിൽ ഒരാൾക്കും പിഴച്ചിട്ടില്ല, ഒരാൾക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല, ആദർശപരമായി പിഴച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അനുഷ്ഠാനപരമായിട്ടും പിഴച്ചിട്ടില്ല. സ്വഭാവ ചിട്ടകളിൽ പോലും, അതേ പെരുമാറ്റച്ചട്ടങ്ങളിൽ പോലും ഒരു നബിക്കും പിഴച്ചിട്ടില്ല. അലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് നബിയെ, തങ്ങൾ നേരായ മാർഗത്തിലാണുള്ളത്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായതുകൊണ്ട് തങ്ങൾ നേരായ മാർഗത്തിലാണുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനുമായി ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നിങ്ങൾ നബിയെ, തങ്ങൾ കുറ്റമറ്റ തങ്ങളാണ്. അതോടൊപ്പം തന്നെ അങ്ങയുടെ ജീവിതത്തിൽ ഒരപാകത പോലും ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല. തങ്ങൾ കയ്യിലേന്തി കടന്നു ചെല്ലുന്ന ഗ്രന്ഥമാവട്ടെ, തങ്ങൾ വിളിച്ചു പറയുന്ന ആ സുന്ദരമായ വചനങ്ങളോ അത് യുക്തിഭദ്രമായ വചനമാണ്. അതങ്ങ് വിളിച്ചു പറഞ്ഞാൽ ആരാണത് കേൾക്കാതിരിക്കുക? അത് കേട്ടാൽ ആളുകൾ നന്നാവും. തൻസീലൽ അസീസിർ റഹീം. അസീസും റഹീമുമായ അജയ്യനായ കരുണക്കടലായ തമ്പുരാന്റെ അവതരണമാണ് ഈ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, എന്തിനാണ് ഖുർആൻ ഇത്ര സമ്പൂർണമാക്കി വെച്ചത്? എന്തേ നബിയെ, ആ ഖുർആനുമായി കടന്നു ചെല്ലുന്ന അന്ത്യപ്രവാചകനായ തങ്ങളെ ഇത്ര അല്ലാഹു ഒരു പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി വെച്ചത് ഒന്നുമല്ല. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. വർഷങ്ങളായി വഅളെന്താണ്, പ്രഭാഷണം എന്താണ്, ക്ലാസ് എന്താണ്, മൂല്യങ്ങൾ എന്താണ് എന്ന് കേട്ടു പരിചയമില്ലാത്ത ഒരു ജാഹിലിയ്യത്തിനെയാണ് തങ്ങൾക്ക് സമുദ്ധരിക്കാനുള്ളത്. ആ ജാഹിലിയ കാട്ടറബികളെ, അവരെ സംസ്കരിക്കാനുള്ള തങ്ങൾക്ക് ഒരു ഉഴപ്പൻ ഗ്രന്ഥം പോരാ, പ്രഫുല്ലമായ ഗ്രന്ഥമായിരിക്കണം തങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത്. തങ്ങളോ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബ്ലാക്ക് മോൾ, ഒരു കറുത്ത പുള്ളി അങ്ങയുടെ ജീവിതത്തിൽ എവിടെയും തങ്ങളുടെ ശ്രോതാക്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റരുത്. അങ്ങനെ തങ്ങളങ്ങ് കടന്നു എന്നാൽ ഈ വിശുദ്ധ ഖുർആൻ മാനവരാശിയെ മൂല്യങ്ങളുടെ രാജപാതയിലേക്ക് നയിക്കും. യാ റസൂലല്ലാഹ് ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അതിനാണ് സൂറത്ത് യാസീനിൽ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും എന്ന് പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പൂപ്പന്മാര് പോലും വഅള് കേട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തെ സമുദ്ധരിക്കാനാണ് നബിയെ ഈ ഗ്രന്ഥം. എന്തിനാ അപ്പൂപ്പന്മാര് വഅള് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത്? നമ്മളെ 4 തലമുറ അപ്പൂപ്പന്മാരൊന്നും വഅള് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര കണ്ട് മോശമായിരിക്കും നമ്മുടെ സംസ്കാരം. ആഴ്ചതോറും വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് ഇമാമിയങ്ങളുടെ ഉപദേശം കേട്ടിട്ട്, ജുമുഅ ശേഷമുള്ള പ്രസംഗം കേട്ടിട്ട്, ജുമുഅക്ക് മുമ്പുള്ള ഖുതുബ ശ്രവിക്കുന്നു. മൊത്തത്തിൽ അത് മരണത്തെക്കുറിച്ചും ഭയാനകമായ പരലോകത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് എന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്നു, അറബി ഭാഷയിലാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് എല്ലാ നാട്ടിലെയും ഉസ്താദുമാർ 5-10 മിനിറ്റ് നടത്തുന്ന പ്രഭാഷണം, ആഴ്ചതോറും ക്ലാസ്, മാസാന്ത ക്ലാസ്, ഡയലി ക്ലാസ്, ഇതൊക്കെ കിട്ടിയിട്ടും നമ്മളെ കോലം ഇങ്ങനെയാണെങ്കിൽ ഒരു 100 കൊല്ലായിട്ട് വഅള് തീരെ കേട്ടിട്ടില്ലാത്ത ഒരു 5 തലമുറ തീരെ വഅള് കേട്ടിട്ടില്ലാത്ത ഒരു ഉമ്മത്തിന്റെ കഥ എന്തായിരിക്കും? അവിടെയാണ് ജാഹിലിയ്യത്തിന്റെ യഥാർത്ഥ ചിത്രം തെളിയുക. അവരെ നന്നാക്കാൻ പറ്റിയ ഗ്രന്ഥാണിത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. അപ്പൂപ്പന്മാർക്ക് പോലും താക്കീതു ലഭിച്ചിട്ടില്ലാത്ത ഒരു ജനതയെ താക്കീതു നൽകാനാണ് ഈ ഗ്രന്ഥം. ഒരു ജനതക്ക് താക്കീതു നൽകാനാണ്.
കാലാകാലങ്ങളായി ആണ്ടുകൾ എത്രയോ ആയിട്ട് വഅദ് കേൾക്കാത്തവരായതുകൊണ്ട് ഫഹും ഗാഫിലൂൻ, അവർക്ക് മൂല്യങ്ങളെ കുറിച്ച് തീരെ ബോധമില്ല. ഫഹും ഗാഫിലൂൻ, അവർ മൂല്യങ്ങളെ കുറിച്ച് ഒട്ടും ബോധമില്ലാത്തവരാണ്. നന്മ എന്താണ്, നീതി എന്താണ്, ന്യായം എന്താണ് എന്നവർക്കറിയില്ല. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ജനങ്ങളെ ഇരുളുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമെങ്കിൽ പ്രഭ പരത്തുന്ന ഒരു കിതാബ് വേണം. അതാണ് വിശുദ്ധ ഗ്രന്ഥം. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, ബിഇദ്നി റബ്ബിഹിം, അല്ലാഹുവിന്റെ അനുമതിയോടെ, അല്ലാഹുവിന്റെ ഏകലോടെ, പടച്ച റബ്ബിന്റെ തീരുമാനത്തോടെ സത്യത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ അജയ്യനായ റബ്ബിന്റെ രാജപാതയിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ നയിക്കുന്നത്. ആ രാജപാതയെ കുറിച്ചാണ് ഇലന്നൂർ എന്ന് പറഞ്ഞത്. മിനദ്ദുലുമാതി ഇലന്നൂർ. ഇന്ന് എന്റെ പ്രസംഗത്തിൽ കാര്യമായിട്ട് ഞാൻ പറയുന്നത് അതാ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞ ആ വെളിച്ചം ഉണ്ടല്ലോ, ഇലന്നൂർ. ആ നൂർ ഏതാണ്? ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അജയ്യനായ റബ്ബിന്റെ രാജപാതയാണ്. അജയ്യനായ റബ്ബ് എന്നെന്തിനാ പറഞ്ഞത്? എല്ലാ സുഖവും സൗകര്യവും ഒരുക്കി തന്നിട്ട്, ആലോചിക്കാനും മനസ്സിലാക്കാനുമുള്ള ധിഷണയും തന്നിട്ട്, തീരെ തന്നെ സത്യത്തിലേക്കും മൂല്യത്തിലേക്കും തിരിഞ്ഞു നോക്കാതെ നടക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത കഴിവുകെട്ടവനല്ല ഈ കലാമിന്റെ ഉടമയായ പടച്ച റബ്ബ്, ഈ കലാമിന്റെ വക്താവായ അല്ലാഹു ജല്ല ജലാലു. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട റബ്ബാന്ന് മനസ്സിലാക്കരുത്. അൽ അസീസ്. അരുതാത്തത് ചെയ്താൽ ഇഞ്ചോടിഞ്ച് പിടികൂടി പണിഷ്മെന്റ് തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഈ ബോധം നിങ്ങൾക്കുണ്ടാവണം. അൽ ഹമീദ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തു തരാത്തവനല്ല, നിങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്തു തന്നതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ എപ്പോ ഓർക്കുകയാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ പറ്റുന്ന റബ്ബാണ്. അതാണ് അൽ ഹമീദ്, സ്തുതിക്കപ്പെടാൻ അർഹനായ പടച്ചോൻ. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്ക് നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു പോകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിങ്ങളുടെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പറയിപ്പിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ രാജപാതയാണ് വിശുദ്ധ ഖുർആൻ വെട്ടിത്തെളിച്ച വെളിച്ചത്തിന്റെ മാർഗം. ആ മാർഗമാണ് മാനവരാശി, ആ മാനവരാശിയുടെ മാർഗദർശനം. യാതൊരു സംശയവും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കാര്യത്തിലില്ല. അല്ലാഹു പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് നോക്ക്, നിങ്ങൾ അല്ലാഹു പറയുന്നത്, വല്ലാഹു അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു വിശ്വാസികളുടെ സഹായിയാണ് പടച്ച റബ്ബ്, വിശ്വാസികളുടെ സഹായിയാണ് പടച്ച റബ്ബ്. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ്, അവരെ നയിക്കുന്നവനാണ് അല്ലാഹു. വിശ്വാസികളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അല്ലാഹു. വല്ലദീന കഫറൂ ഔലിയാഉഹും, എന്നാൽ സത്യനിഷേധികളായ നന്ദികെട്ട വർഗത്തിന്റെ മിത്രങ്ങൾ ആരാണ്? മൂമിനീങ്ങളുടെ മിത്രം അല്ലാഹു ആണെങ്കിൽ നന്ദികെട്ട വർഗത്തിന്റെ മിത്രം ആരാണെന്നറിയുമോ? ആ മിത്രം അത്വാഗൂത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെകുത്താനാണ്, ചെകുത്താന്മാരാണ്. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. ചെകുത്താന്മാര് എപ്പോഴും ഗൈഡൻസ് നൽകുന്നത് എങ്ങോട്ടാ? ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടാ? ശൈത്താൻ ലീഡറായാൽ, ചെകുത്താൻ ലീഡറായാൽ ആ ചെകുത്താൻ എങ്ങോട്ടാ ലീഡ് ചെയ്യാം? മിനന്നൂരി ഇലദ്ദുലുമാത്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാ പിശാച് കൊണ്ടുപോവുക. അല്ലാഹു കൊണ്ടുപോകുന്നതോ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാ.
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കണം. അവിടെയാ സന്തോഷം ഉണ്ടാകുന്നത്, അവിടെയാണ് ആത്മധൈര്യം ലഭിക്കുക, അവിടെയാണ് തിരിച്ചറിവ് ലഭിക്കുക, അവിടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുക. അതേസമയം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കായാൽ ആ ഇരുട്ടത്ത് പിന്നെ ഒന്നും കാണില്ല. മനസ്സിലാക്കണം, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയാൽ ഒന്നും കാണില്ല. ഓൾറെഡി ഇരുട്ടിലാണെങ്കിൽ എന്തോക്കെ ചിലതൊക്കെ കാണാൻ പറ്റും. നേരത്തെ തന്നെ ഇരുളടഞ്ഞ റൂമിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും മുമ്പിൽ എന്തൊക്കെയോ കാണുന്നുണ്ടെന്ന് തോന്നും. പക്ഷെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയാൽ കൂരാക്കൂരിട്ടായിരിക്കും. നോക്ക് നിങ്ങൾ, ശൈത്താന്റെ നിയന്ത്രണവും പടച്ചവന്റെ നിയന്ത്രണവും തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധ ഖുർആൻ എന്നെ നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഖുർആൻ നിങ്ങളെ വെളിച്ചത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ഇനി ആ ഉൽമത്തുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ മുമ്പ് അന്നത്തെ അറബ് സമൂഹം വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ അവതരണത്തിന് സാക്ഷിയായ അറബ് സമൂഹം ജാഹിലിയ്യത്തിന്റെ നെറികേടുകളിൽ അടയിരിക്കുകയായിരുന്നു. ജാഹിലിയ്യത്തിന്റെ നെറുകേടുകളിൽ ഉഴറുകയായിരുന്നു അവർ, മൂടുറച്ച് അടയിരിക്കുകയായിരുന്നു അവർ. എന്തെല്ലാമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്? ഇന്നും പലരും അനങ്ങിയാൽ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്, സ്ത്രീ വിരുദ്ധത. അതുണ്ടായിരുന്നത് ജാഹിലിയ്യത്തിലാണ്. ജാഹിലിയ്യത്തിൽ സ്ത്രീ വിരുദ്ധതയുണ്ടായിരുന്നു. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ആ കുഞ്ഞിന് ജീവിക്കാൻ പോലുള്ള അവകാശമില്ലായിരുന്നു. ആ കോലത്തില് കൊടികുത്തിയ സ്ത്രീ വിരുദ്ധതയായിരുന്നു ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് ആ പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തത് വിശുദ്ധ ഖുർആനാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ആദ്യം നമ്മളൊന്ന് എണ്ണുക. സ്ത്രീ വിരുദ്ധത, അനീതി, അക്രമം, വ്യഭിചാരം, മദ്യം, ചൂതാട്ടം എല്ലാം നിറഞ്ഞാടുന്ന, പത്തി വിടർത്തി നിറഞ്ഞാടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ പ്രകാശമായി മാറുന്നത്. അത് നിറഞ്ഞാടുന്ന ഒരു ലോകത്തെയാണ് ഈ വിശുദ്ധ ഖുർആൻ വെച്ച് എന്ന് മുത്തുനബിയോട് അല്ലാഹു തആല പറഞ്ഞത്. ജനങ്ങളെ നിങ്ങള് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞത്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത, ലക്കും ലഗാനുമില്ലാത്ത, ബെല്ലും ബ്രേക്കുമില്ലാത്ത ആ ഒരു സമൂഹം, കൺട്രോൾ ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് മൂക്കയറില്ലാ കാളാന്നൊക്കെ പറയാറുണ്ട്. മൂക്കയറില്ലാത്ത കാളയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതുപോലെ യാതൊരുവിധ കൺട്രോളും നിയന്ത്രണവുമില്ലാത്ത അറബ് സമൂഹത്തെ ഖുർആൻ തീർച്ചയായും നീതിയുടെയും ക്രമത്തിന്റെയും ലൈംഗിക വിശുദ്ധിയുടെയും സാമ്പത്തിക വിശുദ്ധിയുടെയും മൂല്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ സാധിച്ചു അവരെ എന്നല്ല, ഇപ്പറഞ്ഞ അമൂല്യമായ മൂല്യങ്ങളുടെ അപ്പോസ്തലന്മാരാക്കി അവരെ മാറ്റിയെടുത്തു. ആരെ? നേരത്തെ പറഞ്ഞ ഫാറൂഖ് തങ്ങളെ അടക്കം. അവിടെയാ വിഷയം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു ആരായിരുന്നു അദ്ദേഹം? ആ പൂർവ്വകാലം ഒന്ന് പറഞ്ഞെങ്കിലല്ലേ ബോധ്യപ്പെടുള്ളൂ. ദിഹിയത്തുൽ കൽബി ഫാറൂഖ് തങ്ങളുടെ പൂർവ്വകാലവും ഇതുപോലെ നമുക്ക് കേൾക്കാൻ ഒട്ടും സുഖകരമായ പൂർവ്വകാലമല്ല. ഇസ്ലാമിന് മുമ്പുള്ള കാലം. ദിഹിയത്തുൽ കൽബിയുടെ അവസ്ഥ എന്തായിരുന്നു? 600ഓളം ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന വലിയ ഒരു ഗുണ്ടാ സംഘ തലവനായിരുന്നു ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. അല്ലെ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്തത് അല്ലേ? ആ ദിഹിയത്തുൽ കൽബി പിന്നെ മാറിയെന്നല്ല, എന്തൊരു മാറ്റം ഉണ്ടായതെന്നറിയോ നിങ്ങൾ? ദിഹിയത്തുൽ കൽബി മുസ്ലിമായതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീനിൻ മുതാഇൻ സമ്മ അമീൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ
വിശേഷണങ്ങളുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയതുപോലെയാണ്. ജിബ്രീലിന്റെ വിശേഷണങ്ങളാണ്, മദ്ഹുകളാ പറഞ്ഞതൊക്കെ. റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. മാന്യനായ ദൂതനാണ് ജിബ്രീൽ. റസൂലിൻ കരീം ദീ ഖുവ, കരുത്തനാണ് ജിബ്രീൽ. ഇൻദ ദിൽ അർശി മകീൻ, അർശിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ അടുത്ത് പ്രത്യേകം മക്കാനത്തുള്ള സ്ഥാനമുള്ളയാളാണ് ജിബ്രീൽ. മക്കീനിൻ മുത്വാഇൻ സമ്മ, വാനലോകത്ത്, അവിടെ എന്ന് പറഞ്ഞാൽ വാനലോകത്ത് സുസമ്മതനായ ലീഡറാണ്. ഒരാജ്ഞ അങ്ങ് പുറപ്പെടുവിച്ചാൽ എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ ജിബ്രീൽ പറഞ്ഞത് കേൾക്കും. മുത്വാഇൻ സമ്മ അമീൻ. ആ ജിബ്രീൽ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. പേടിക്കേണ്ടതില്ല, ചതിക്കൂല, അഴിമതി കാണിക്കൂല, എല്ലാം കൃത്യമായിരിക്കും. വിശ്വസ്തനാണ് ജിബ്രീൽ. ഇങ്ങനെ ജിബ്രീലിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ജിബ്രീലിനെ ഇനി എങ്ങനെയാ മഹത്വം നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്? ആ ജിബ്രീൽ ദിഹിയത്തുൽ കൽബി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ജിബ്രീൽ എപ്പോഴൊക്കെ മനുഷ്യരൂപത്തിൽ വഹിയുമായി തിരുനബിയുടെ മുമ്പിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ദിഹിയത്തുൽ കൽബിയുടെ രൂപം പൂണ്ടാ വരാറുള്ളത്. ദിഹിയത്തുൽ കൽബിയുടെ മനോഹരമായ രൂപത്തിലാ വരിക. ദിഹിയത്തുൽ കൽബി നല്ല സുന്ദരനായിരുന്നു, നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. ആ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ തങ്ങളുടെ അടുത്ത് വഹിയായിട്ട് വരുമ്പോൾ വന്നിരുന്നത്. ദിഹിയത്തുൽ കൽബി മുസ്ലിം ആയതിന്റെ ശേഷം. അപ്പൊ ദിഹിയത്തുൽ കൽബി എത്രത്തോളം നന്നായി എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാലോ. അതുകൊണ്ട് തെർളിയത്ത് ഉറക്ക ചെല്ലണം. സയ്യിദുനാ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ആദ്യം വളരെ മോശമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഒരു ദിവസം കൽബിലൊരു മാനസാന്തരം വരികയാണ്. എന്താ മാനസാന്തരം? ഞാൻ ഈ മുഹമ്മദ് എന്ന മനുഷ്യനെ വിമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നെറികേടുകൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ പരിപാടി എന്തായിരുന്നു? എല്ലാ വളവിലും തിരിവിലും നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ, ഒരു വീട്ടിന്റെ മുറ്റത്ത് കണ്ടാൽ ഇയാൾ കയറി അങ്ങ് ചെല്ലും. ഹെഡ് ചെയ്ത് കയറി ചെന്ന് ആങ്ങളമാരോടും സഹോദരങ്ങളോടും ഉപ്പയോടും പറയും ഇവൾ എന്റെ ഭാര്യയാണ്. പിന്നെ അത് ഭാര്യ തന്നെ. പിന്നെ അയാൾ സ്ഥിരം അവിടത്തെ വിസിറ്ററാ, സന്ദർശകനാ. വരും പോകും, മക്കളുണ്ടാകും. തടയാൻ ഒരാങ്ങളക്കും ഒരു വാപ്പക്കും ധൈര്യം ഉണ്ടാവില്ല. തടഞ്ഞാൽ ആങ്ങളമാരുടെ എണ്ണം കുറയും, വാപ്പയുടെ ജീവൻ അവസാനിക്കും. അതെന്നെയാണ്. പേടിച്ചിട്ട് ഈ കയ്യൂക്കിന്റെ പേരിൽ ഇങ്ങനെ സഹിക്കും. പക്ഷെ ഈ ദിഹിയത്തുൽ കൽബിക്ക് എല്ലാ സ്ഥലത്തും ഭാര്യമാരും മറ്റൊക്കെ ഉള്ളത് കൊണ്ട്, ഇതൊക്കെ ഇസ്ലാമിന് മുമ്പുള്ള കഥയാട്ടോ. ധാരാളം മക്കൾ ഉണ്ടാവുമ്പം പെൺമക്കളെ മുഴുവൻ കുഴിച്ചു മൂടും, ആൺമക്കളെ മാത്രം പോറ്റി വളർത്തും. കാരണം മൂപ്പര പണിക്ക് ആൺകുട്ടികളെ പറ്റുള്ളൂ. ഗുണ്ടാസംഘ തലവനല്ലേ, അതിന് ഗുണ്ടാസംഘം അത് നിയന്ത്രിക്കാൻ ആൺകുട്ടികളല്ലേ പറ്റുള്ളൂ, അതിന് പെൺകുട്ടികളെ പറ്റൂലല്ലോ. അത് മൂപ്പര് ശരിക്ക് ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തും. ഇങ്ങനെ ഒരു സിസ്റ്റായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ മൂല്യങ്ങൾ മാത്രം പറഞ്ഞ് മാന്യമായ സന്ദേശങ്ങൾ മാത്രം ജനങ്ങൾക്ക് കൈമാറി ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നാളെ മദീനത്തെ പള്ളിയിൽ ഞാനും ഒന്ന് പോയി നോക്കട്ടെ, മുഹമ്മദിന്റെ ക്ലാസ് ഒന്ന് കേട്ടു നോക്കട്ടെ, ആ ഖുർആൻ ഞാനും ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഖുർആൻ ശരിയാണെന്ന് തോന്നിയാൽ, വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ആ ഖുർആനോടൊപ്പം ചേർന്ന് നിൽക്കും, മുഹമ്മദിന്റെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കും. മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അല്ല, ക്ലാസ് കേട്ടിട്ട് ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലെങ്കിൽ, മുഹമ്മദ് നബിയുടെ വാചകങ്ങൾ എന്റെ കൽബിന് സമൂലമായ മാറ്റം നൽകുന്നില്ലെങ്കിൽ, ഉറപ്പ് ഇന്നലെയുള്ളതിനേക്കാൾ ശക്തമായി വിമർശിക്കുകയും ചെയ്യാം. ഇങ്ങനെ തീരുമാനിച്ചു. നാളെ രാവിലെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ക്ലാസ്സിന് വരണമെന്ന് തീരുമാനിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിന്റെ അടുത്ത് വന്നു. മുത്തുനബിന്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു കാര്യമുണ്ട്. ദിഹിയത്തുൽ കൽബി നാളെ നിങ്ങളെ ക്ലാസ് കേൾക്കാൻ വരുന്നുണ്ട്. പറ്റിയാൽ ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കും, അല്ലെങ്കിൽ പൂർവോപരി ശത്രുവാകും.
രണ്ടും കൽപ്പിച്ചാ വരുന്നത്. അതുകൊണ്ട് തങ്ങൾ അത് കൈകാര്യം ചെയ്യണം തങ്ങളെ. കാരണം നബി തങ്ങൾ മഹത്തായ സംസ്കാരത്തിന്റെ ഉടമയാണ്, വലിയ സ്വഭാവ വൈശിഷ്ട്യമുള്ളയാളാണ്. മുത്തുനബിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയും, ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് നല്ല മതിപ്പും കൂറും ഉണ്ടാക്കണം നാളെ വരുമ്പോ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്. അപ്പൊ അയാൾ മുസ്ലിം ആയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഓക്കെ ചെയ്യാം. പക്ഷേ നബി തങ്ങളെ പ്രശ്നം എന്താ? ആ നാട്ടില് ദിഹിയത്തുൽ കൽബി എന്നുള്ള പേര് എപ്പ കേട്ടാലും കാർക്കിച്ചു തുപ്പും മനുഷ്യന്മാര്. അതാണ് ഇയാളുടെ സംസ്കാരം, സ്വഭാവം. അതുകൊണ്ട് എങ്ങനെ എന്റെ കൗമിനോട് ഞാനിത് പറയും? റസൂലുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നാളെ രാവിലെ ദിഹിയത്തുൽ കൽബി വരുന്നുണ്ട്, പറ്റിയാൽ വിശ്വസിക്കണമെന്ന് കരുതിയാ വരുന്നത്. ദിഹിയത്തുൽ കൽബി കടന്നു വരുമ്പം നിങ്ങളൊരു അനുകൂല സാഹചര്യം ദിഹിയത്തുൽ കൽബിക്ക് ഉണ്ടാക്കി കൊടുക്കണം, നല്ല നിലക്ക് പെരുമാറണം, ചടപ്പിക്കരുതിട്ടോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, ബശ്ശിറൂ വലാ തുനഫിറൂ. നിങ്ങൾ ചടപ്പിക്കരുത്, ചൊടിപ്പിക്കരുത്. നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ള വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും സമീപനങ്ങളുമാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വരേണ്ടത്. ബശ്ശിറൂ വലാ തുനഫിറൂ. അങ്ങനെയാണ് മുത്തുനബി പഠിപ്പിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ദിഹിയത്തുൽ കൽബിയൊക്കെ ഈ ഇസ്ലാമിൽ നമ്മളെ പാർട്ടിയിലേക്ക് കടന്നു വന്നാൽ നമ്മളെ പാർട്ടിക്ക് അത് മാനക്കേടല്ലേ? അങ്ങനെയാണല്ലോ ചോദിക്കുക അല്ലേ? അങ്ങനത്തെ ഒരാള് അല്ലേ, രാജ്യത്ത് ചീത്തപ്പേരുണ്ടാക്കിയ ഒരാള്. ഇപ്പോ വീരപ്പൻ മരണപ്പെട്ടു പോയി അല്ലേ? അദ്ദേഹത്തിനൊരു ലഖബലമുണ്ടായിരുന്നു, ഒരു ടൈറ്റൽ, കാട്ടുകള്ളൻ എന്നാ പറയാ അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷെ ഞാൻ പറയുന്നത്, അത്തരം ഒരാളുകളെ പറ്റി ജനങ്ങൾക്കുണ്ടാകുന്ന കൺസെപ്റ്റ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവര് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു, മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കുമോ പെട്ടെന്ന്? ഇത് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, പഴയ ആ സംസ്കാരങ്ങൾ തോളിൽ പേറിയല്ല വരിക, നല്ല കുട്ടിയായിട്ട് ആ ദിഹിയത്തുൽ കൽബി വരിക, നല്ലൊരു മനുഷ്യനായിട്ട്, പുതിയൊരു മനുഷ്യനായിട്ട് നമുക്ക് അദ്ദേഹത്തെ നന്നാകാൻ അനുവദിച്ചൂടെ? ഏതു വടക്കു മനുഷ്യർക്കും നന്നാകാൻ അവസരമുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. നന്നാകാൻ ചാൻസ് കൊടുക്കുന്ന മതമാണ്, ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്റെ എന്നോട് കൽപ്പിക്കപ്പെട്ടത് അതിനാ, എന്റെ ദൗത്യം അതാണ്. കണ്ടോ, എന്നെ അങ്ങനെയല്ലേക്ക് പഠിപ്പിച്ചത്. ആണ് ഞാൻ നയിക്കേണ്ടത് ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം. അപ്പൊ ഇവര് പറഞ്ഞു, നബിയെ സംഗതിയൊക്കെ ശരിയാണ്, പൂർവസ്ഥിതിയിലല്ല അയാള് വരുന്നത്, നന്നായിട്ടാ വരുന്നത്, എല്ലാം ശരിയാണ് തങ്ങളെ. എന്നാലും ദിഹിയത്തുൽ കൽബി ഉള്ള പാർട്ടിയിലാ ഇവര് എന്ന് പറയൂലേ മനുഷ്യന്മാര്? അത് നമുക്ക് മാനക്കേടല്ലേ? ഇത് പറഞ്ഞപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളാരും ഒന്നും ചെയ്യണ്ട, രംഗം മുഴുവനും ഞാൻ കൈകാര്യം ചെയ്തോളും, ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം വിഷയം സമ്പൂർണ്ണമായിട്ട്. പക്ഷെ നിങ്ങൾ ചടപ്പിക്കാതിരുന്നാ മതി. നിങ്ങൾ എന്ത് ചെയ്യണ്ട, നല്ല മതിപ്പും കൂറുമൊന്നും ഉണ്ടാക്കണ്ട, നല്ല സമീപനങ്ങളൊന്നും നിങ്ങളെ അടുത്തുനിന്ന് വേണ്ട, ചടപ്പിക്കാഞ്ഞാ മതി, ഒന്ന് സൈലന്റ് ആയിട്ട് നിന്നാ മതി, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. ഹബീബായ റസൂലുള്ളാഹി പിറ്റേന്ന് ക്ലാസ് തുടങ്ങി. അതാ വരുന്നു ദിഹിയത്തുൽ കൽബി കടന്ന് കുതിരപ്പുറത്ത് വന്ന് അങ്ങ് ഇറങ്ങി റസൂലുള്ളാഹിന്റെ മുമ്പില്. ആ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി ദിഹിയ നബി തങ്ങളുടെ സദസ്സിലേക്ക് ഇങ്ങ് കയറി വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ക്ലാസ് എടുക്കുന്ന പീഠത്തിൽ നിന്ന്, ഇപ്പൊ ഈ സദസ്സിലേക്ക് ഒരാൾ കയറി വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അയാളുടെ കൈ പിടിച്ച് കൊണ്ടുവന്ന് ആനയിച്ചിരുത്തുക, അതിനൊരു പ്രത്യേക പരിഗണനയില്ലേ? ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പുരുഷായുസ് മുഴുവൻ ഇൽമിന്റെ ഖാദിമായി, നിങ്ങളുടെ സയ്യിദായി, നിങ്ങളുടെ ലീഡറായി, മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വമായി ഇവിടെ ഇരുന്നിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുപ്പാപ്പ അല്ലേ, ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു, നിങ്ങളുടെ നാട്ടിലേക്ക് ചേർത്ത്
തങ്ങളിപ്പാപ്പ അങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തൂലേ, ഞാൻ അങ്ങോട്ട് പോയിട്ട് ആ കൈ പിടിച്ച് മുത്തൂലേ, ഒക്കെ ചെയ്യും. അതുപോലെയുള്ള ഒരു പരിഗണന ആർക്കും കൊടുക്കാൻ പോവാണ്? ദിഹിയത്തുൽ കൽബിക്ക് കൊടുക്കുകയാണ് റസൂലുള്ള. അങ്ങോട്ട് പോയിട്ട് ബഹുമാനിച്ച് കൈ പിടിച്ച് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിലുള്ള തട്ടം, ആ തട്ടം എടുത്തിട്ട് നിലത്ത് നീട്ടി അങ്ങ് വിരിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. ആ തട്ടത്തിന്റെ തലപ്പൊന്ന് കിട്ടാൻ, ആ തട്ടത്തിന്റെ തലപ്പൊന്ന് പിടിക്കാൻ, ബറക്കത്തിന് വേണ്ടി ഒന്ന് പിടിക്കാൻ സ്വഹാബത്ത് തിക്കും തിരക്കുക. ആ തട്ടെടുത്തിട്ടാണ് തറയിൽ വിരിച്ചു കൊടുത്തിട്ട് മുത്തുനബി പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എന്റെ ഈ തട്ടത്തിലിരിക്കണം. മുത്തുനബി വേദി ഒരുക്കി കൊടുക്കുന്നു, സീറ്റ് ഒരുക്കി കൊടുക്കുന്നു ഹബീബിന്റെ തട്ടത്തിലിരിക്കാൻ. അതോടുകൂടെ പിന്നെ ആ മനുഷ്യന് ഹബീബിനെ ടെസ്റ്റ് ചെയ്യണ്ട, ഹബീബിനെ ചെക്ക് ചെയ്യണ്ട. അവിടുന്ന് ആ തട്ടങ്ങട്ട് എടുത്തിട്ട് മുത്തി മണത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ പരിശോധിക്കാൻ വന്നതാ, അങ്ങയുടെ സംസ്കാരം പഠിക്കാൻ വന്നതാ, അങ്ങയുടെ സമീപനം പഠിക്കാൻ വന്നതാണ്. വേണ്ടതങ്ങളെ ഇനി ഒന്നും പഠിക്കണ്ട. എന്നെ പോലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരാളെ തങ്ങൾ ഇത്രമാത്രം ആനയിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഇത്ര വലിയ മനുഷ്യത്വപരമായുള്ള പെരുമാറ്റം എന്നോട് തങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരോടൊക്കെ തങ്ങൾ കാണിക്കുന്ന പെരുമാറ്റം ഇത്ര മഹത്തരമായിരിക്കും. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, കൂടുതലൊന്നും പറയാനില്ല. അല്ലിംനി ശറായിത്തുൽ ഇസ്ലാം, മുസ്ലിം ആകാൻ എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നാളി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തു മുത്തുനബി. നിസ്കാരം ഒന്നും നഷ്ടപ്പെടുത്തരുത് കേട്ടോ, സക്കാത്ത് കൊടുക്കണം കേട്ടോ, നോമ്പ് നോൽക്കണം കേട്ടോ, ഹജ്ജ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ 60-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത് എന്ന് ശേഷം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, അത്രയും പ്രായമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലായപ്പം എന്റെ പരിപാടി തങ്ങൾക്കറിയാലോ, എവിടെ എല്ലാ നാട്ടിലും എനിക്ക് ഭാര്യമാരുണ്ടാവും. അത് 3, 4, 10, 14, 100 അല്ല, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എന്റെ ധാരാളം മക്കളും ഉണ്ടായി. ആ മക്കളുടെ കൂട്ടത്തില് 70 പെൺമക്കളെ, 70 പെൺമക്കളെ, എന്റെ രക്തത്തിൽ പിറന്ന മക്കളെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്. കുഴിച്ചു മൂടിയിട്ട്, ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. കൊന്നുമല്ല, ജീവനോടെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹു ദീനുൽ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടെ മുമ്പുള്ള സകലമാന തെറ്റുകളും പുറത്തു തരും എന്ന് ഞാൻ തങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ല, മുസ്ലിമാകുന്നതോടുകൂടെ മുമ്പുള്ള കുറ്റകൃത്യങ്ങളെല്ലാം പൊളിച്ചെഴുതും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. പക്ഷേ ഞാൻ ചെയ്ത ഈ തെറ്റ് പടച്ചോൻ പൊറുക്കോ തങ്ങളെ? ഈ തെറ്റ് പടച്ചോൻ പൊറുത്തു തരുവോ തങ്ങളെ? അത്രയും വലിയ തെറ്റായി പോയല്ലോ സാധുവായ ഞാൻ ചെയ്തത്. 70 പെൺമക്കളെ കൊന്നത് പൊരുത്തപ്പെടുമോ? ഉടനെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയാം. കാരണം ഒരാളുടെ ജീവൻ എടുക്കുന്നത് മുത്തുനബിക്ക് സഹിക്കൂല. ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് സ്വന്തം ചോരയിൽ പിറന്ന മകനെ കൊന്നു, മകളെ കൊന്നു, ചോര മണക്കുന്ന വാപ്പയെ കൊന്നു, ഉമ്മയെ കൊന്നു, എളാപ്പയെ കൊന്നു, മൂത്താപ്പയെ കൊന്നു. ഇതൊക്കെയല്ലേ ഇന്നത്തെ കാലഘട്ടം. അതൊന്നും മുത്തുനബിക്ക് സഹിക്കാൻ പറ്റൂല. മുത്തുനബി പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചോട്ടെ, ആലോചിച്ചിട്ട് പറയാം. അല്ലാഹു തന്നെ തീരുമാനം പറയട്ടെ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹു തങ്ങളോടൊരു ചോദ്യം ചോദിക്കാനാണ് എന്നെ പറഞ്ഞയച്ചത്. ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഒരൊറ്റ തവണ പറഞ്ഞപ്പോഴേക്ക്
അള്ളാഹു അദ്ദേഹത്തിന്റെ 60 കൊല്ലത്തെ കുഫ്രിയത്ത് സത്യനിഷേധം പടച്ചോൻ പൊരുത്തപ്പെട്ടു കൊടുത്തെങ്കിൽ അദ്ദേഹം ഒരു 70 പെൺമക്കളെ കൊന്നത് കൊലപാതകം വലിയ തെറ്റാണ്. മക്കളെ കൊന്നത് ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, മക്കളെ കൊല്ലൽ മഹാപാതകമാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ കൊല്ലൽ അതൊക്കെയാണെങ്കിലും കുഫ്രിയത്തിനേക്കാൾ വലിയ തെറ്റല്ലല്ലോ. അല്ലല്ല എന്ന് പറഞ്ഞ് നടന്നത് അള്ളാഹു അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തെങ്കിൽ ഇതെന്തുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുത്തൂടാ? പടച്ചോൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയൂ തങ്ങളെ, ആ മനുഷ്യൻ അള്ളാഹു പൊറുത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. യാ അല്ലാ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, പ്രിയപ്പെട്ട ദിഹിയാ, ഗഫറല്ലാഹു ലക യാ ദിഹിയാ, ദിഹിയാ, പടച്ചോൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു ഇങ്ങനെയാണ് ചോദിച്ചത്. 60 കൊല്ലത്തെ കുഫ്രിയത്ത് പുറത്തു കൊടുത്താൽ പിന്നെ എന്താ ഈ കൊലപാതകങ്ങൾ പുറത്തു കൊടുക്കുന്നതിനെന്ന്? തീർച്ചയായും ഇതെന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയി. അതുവരെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഇദ്ദേഹത്തെ ഇതുപോലെ സ്വീകരിച്ചതിൽ ഒരു ചെറിയ വിഷമം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് തീർക്കുകയാണ് മുത്തുനബി തങ്ങൾ ഇടപെട്ടു. ഫകൈഫ ലാ തഗ്ഫിറു ലി ഇഖ്വാനി, യാ അല്ലാഹ്, ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഈ ദിഹിയത്തുൽ കൽബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അപ്പോഴേക്ക് നീ ഈ ദിഹിയത്തുൽ കൽബിക്ക് സർവ്വ പാപവും പുറത്തു കൊടുത്തെങ്കിൽ നീ എന്റെ ഈ കൂട്ടുകാർക്ക് എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും? ഇന്ന് നമുക്കും ചോദിക്കാത്, ഈ മുന്നിലിരിക്കുന്ന എന്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് പടച്ചോൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എങ്ങനെയാ പുറത്തു തരാതിരിക്കാൻ? മുത്തുനബി എന്തിനാണെന്നറിയോ? ഇവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചോദിക്കുക, എന്റെ ഈ കൂട്ടുകാർക്ക് നീ എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും? ഇവരൊരു ദിവസം പല തവണയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണയാണ് ഇവർ ചൊല്ലുന്നത്, ഇവർക്ക് നീ എങ്ങനെയാ പുറത്തു കൊടുക്കാതിരിക്കാന്ന് ചോദിച്ചപ്പോഴേക്ക് മുത്തുനബി കരഞ്ഞു. സദസ്സൊന്നടങ്കം കൂട്ടക്കരച്ചിൽ. എന്തിനാ ഞാൻ പറഞ്ഞത്? മൂല്യങ്ങളുടെ അപ്പോസ്തലന്മാരായി മാറുകയാണ്. ആര്? മൂല്യങ്ങൾ ജീവിതത്തിൽ എന്താണെന്നറിയാത്തവർ, ജാഹിലിയ്യത്തിൽ മൂടുറച്ചു പോയവർ, അവരെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനാണ്. ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കാര്യവും കൂടെ, മിനദ്ദുലുമാതി ഇലന്നൂർ എന്നാണല്ലോ പറഞ്ഞത്. ദുലുമാത്തി എന്നത് ബഹുവചനാണ്, നൂറ് എന്നത് ഏകവചനവുമാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നല്ല, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. എന്തേ അങ്ങനെ പറഞ്ഞു? തിന്മയുടെ വഴികൾ ധാരാളം ഉണ്ടാകും, തെറ്റായ മാർഗങ്ങൾ ഒരുപാടുണ്ടാകും. അതേസമയം നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇലൽ അൻവാർ പറഞ്ഞില്ല, വെളിച്ചങ്ങളിലേക്ക് എന്ന് പറഞ്ഞില്ല. മിനദ്ദുലുമാത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഇലൽ അൻവാർ എന്ന് പറയേണ്ടിയിരുന്നു. മിനദ്ദുലുമാതി ഇലന്നൂർ, സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തോടൊപ്പം നമ്മൾ നിൽക്കണം. ആ സത്യത്തോടൊപ്പം നമ്മൾ നിൽക്കണം. ആ സത്യമേതാ? സത്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ലീഡറുടെ ആ ഒരു കാർമ്മികത്വത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന, ആ ലീഡർഷിപ്പിൽ നൽകുന്ന സത്യ സന്ദേശമാണ്. അവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധ ഖുർആൻ ചോദിച്ചു, അഫമൻ യഹ്ദി ഇലൽ ഹഖ് യഹഖു അൻ യുത്തബഅ അമ്മൻ ലാ യഹ്ദി ഇല്ലാ അൻ യുഹ്ദാ. സത്യത്തിലേക്ക് കൂടെയുള്ളവരെ സ്വയം കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന ലീഡറാണോ അഹഖു അൻ യുത്തബഅ, ഫോളോ ചെയ്യാൻ കൂടുതൽ ബന്ധപ്പെട്ടത്? അം ലാ യഹ്ദി ഇല്ലാ അൻ യുഹ്ദാ, അല്ല, സ്വയം അയാൾക്ക് തന്നെ കുഴിയിൽ വീഴാതെ അപകടം പിണയാതെ മുന്നോട്ട് പോകണമെങ്കിൽ അയാൾക്ക് മറ്റൊരാള് പിന്നിൽ നിന്ന് മാർഗനിർദ്ദേശം നൽകണം, തള്ളിക്കൊടുക്കണം. അമ്മൻ ലാ യഹ്ദി ഇല്ലാ യുഹ്ദാ, മറ്റൊരാൾ വഴി കാണിച്ചു കൊടുത്താലല്ലാതെ സ്വയം വഴി കാണില്ല. അങ്ങനെയാണ്. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആള് അയാളുടെ അനുയായികൾക്ക് എന്താ വേണ്ടത് എന്ന് അയാൾക്ക് അപ്പപ്പോ കിട്ടും, അല്ലേ? അയാൾക്ക് അപ്പപ്പോ കിട്ടും. ആ വ്യക്തിക്ക് അള്ളാഹു അത് തോന്നിപ്പിച്ചു കൊടുക്കും.
എന്റെ അനുയായികളെ ഏതു വഴിക്ക് നയിക്കണം എന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പൊ സ്വന്തമായി അഭിപ്രായങ്ങൾ ഉണ്ടാവും. സ്വന്തമായി ആ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളെ സത്യത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതല്ലെങ്കിൽ അനുയായികളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പിന്നിലൂടെ എഴുതി കൊടുക്കണം, അത് നോക്കി മൂപ്പര് വായിക്കും, അപ്പൊ തപ്പിത്തടയും. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാഞ്ഞുള്ള കുഴപ്പം. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാഞ്ഞുള്ള കുഴപ്പം അതാണ്. അതേസമയം ലീഡർഷിപ്പ് സമ്പൂർണ്ണമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ലീഡർഷിപ്പ് പെർഫെക്റ്റ് ആയ ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ അണിനിരക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് വിശുദ്ധ ഖുർആൻ എന്ന ഭരണഘടനയുടെ ബലത്തില്. അത് നമുക്ക് വല്ലാത്തൊരു തൗഫീഖാണ്. അത് വല്ലാത്തൊരു തൗഫീഖാണ്. അതൊരു ചെറിയ ഭാഗ്യമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് പറയട്ടെ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കും. മുത്തുനബിയെയാണ് നമ്മെ അല്ലാഹു സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചയാള്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സുരക്ഷയുടെ വീട്ടിലേക്ക്, ദാറുസ്സലാമിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. അവിടെ സുരക്ഷ ഉറപ്പാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് ആ ദാറുസ്സലാം എന്ന് പറഞ്ഞത്. ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കരുണക്കടലായ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും അതേ സലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴും സമൃദ്ധിയുടെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ മന്ത്രധ്വനികള് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും സ്വർഗത്തില്. ആ ദാറുസ്സലാമിലേക്ക് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുമ്പം ഈ നാട്ടിലെ വലിയ ഒരു മുതലാളി അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണ സദ്യയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പം ഒരു മെസ്സഞ്ചറെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദൂതനെ പറഞ്ഞയച്ചു നിങ്ങളെ വിളിപ്പിക്കാൻ. അപ്പം മുതലാളി ഒപ്പിട്ട, അല്ലെ, മുതലാളി ഒപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പേരെഴുതിയിട്ട് ഒപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടാകും അയാളുടെ കയ്യിൽ. ഇത് മുതലാളി തന്നതാ, നിങ്ങളെ വിളിച്ചിട്ടുണ്ട് സ്വർഗത്തിലേക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചു എന്ന ഇൻവിറ്റേഷൻ ലെറ്ററാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് ക്ഷണക്കത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതിൽ അല്ലാഹുവിന്റെ കയ്യൊപ്പുകളാണ്. ഖുർആൻ മുഴുവനും പടച്ച റബ്ബിന്റെ കയ്യൊപ്പുകളാണ്. എവിടെയാ ഖുർആനിൽ അല്ലാഹുവിന്റെ കയ്യൊപ്പില്ലാത്തത്? വമിന്നായാതിഹി 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 വമിന്നായാതിഹി. സൂറത്തുർ റൂം എടുത്തു നോക്ക്. ഒരു സ്ഥലത്തങ്ങ് തുടങ്ങിയാൽ 5-6 ആയത്തുകളിൽ വമിന്നായാതിഹി 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 അല്ലാഹുവിനെ അടയാളപ്പെടുത്തുന്ന മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അല്ലാഹു ഉണ്ടെന്നതിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് എത്രയെത്ര കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം അതിന് വേണം സൂറത്ത് റൂം ചർച്ച ചെയ്യാൻ. അത് നേരത്തെ ഞാൻ 5 ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. വമിൻ ആയാതിഹി വമിൻ ആയാതിഹി വമിൻ. സൂറത്ത് റൂം ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ. ആ ആയത്തൊക്കെ വിശദീകരിച്ചാൽ പടച്ചോനുണ്ട് എന്ന് ബോധ്യപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ കയ്യൊപ്പുകൾ വരുന്ന ഒരുപാട് സ്ഥലമുണ്ട് എന്നാ ഞാൻ പറയുന്നത്. ഈ കയ്യൊപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക്, ഏറ്റവും നേരായ രൂപത്തിലേക്ക്, ഏറ്റവും നല്ല സേഫായ അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും. ഇതാണ് ലില്ലതീ ഹിയ അഖ്വം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നു, ഐലിൽ ഹാലത്തിൽ ലതീ ഹിയ അഖ്വമുൽ ഹാലാത്ത് വ അസദ്ദുഹാ ഔലിൽ മില്ലത്തി ഔലി ത്വരീഖ. ഏറ്റവും നല്ല സരണിയിലേക്ക്, ഏറ്റവും നല്ല മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്
അള്ളാഹു നിങ്ങളെ നയിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. എവിടെ നിന്ന് എങ്ങോട്ട് നയിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കോ. അപ്പൊ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ വന്നിട്ട് ഇടപെട്ട് അന്ധകാരങ്ങളിൽ നിന്നെടുത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആനെങ്കിൽ അതിലാ ഗ്രന്ഥം വഴി ഇടപെടുന്ന ലീഡറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് വായിച്ച് രസിക്കാനുള്ള ഗ്രന്ഥമല്ല, വായിച്ച് തള്ളാനുള്ള ഗ്രന്ഥവുമല്ല. ഇടപെടലിന്റെ പുസ്തകമാണ് ഖുർആൻ. ഇടപെടലിന്റെ പുസ്തകമാണ് ഖുർആൻ. ശക്തമായ ഒരിടപെടലാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നടത്തുന്നത്. അനീതികൾക്കും തിന്മകൾക്കും മുമ്പില്, തന്റെ മുമ്പില് അഴിച്ചിട്ട് കിടക്കുന്ന അനീതികളും തിന്മകളും കാണുമ്പം ആ അനീതികൾക്കും തിന്മകൾക്കും മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ഇടപെടാൻ കഴിയാതെ, എന്താണ് പറയേണ്ടതെന്നറിയാതെ നമ്മൾ ഇന്ന് പള്ളി മഹല്ലുകളിൽ, പലപ്പോഴും നമ്മുടെയൊക്കെ ജമാഅത്തുകളിൽ കല്യാണത്തിന്റെ കൂത്താട്ടങ്ങൾ നടക്കുമ്പം അരങ്ങു തകർക്കുന്ന സമയത്ത് മിണ്ടാൻ കഴിയാതെ ഇരിക്കുന്നു. എന്നെ പോലെയുള്ള ആലിമീങ്ങള് മിണ്ടിയാൽ കൊന്നുകളയും എന്ന ചുറ്റുപാടിലാണ്. ഇതുപോലുള്ള വഴതുകളിൽ ഒന്ന് കുറ്റപ്പെടുത്തിയാലോ ട്രോളിക്കൊല്ലും എന്ന അവസ്ഥയിലാണ്. ഈ ഒരവസ്ഥയില് തിന്മകളുടെ മുമ്പില്, അരുതായ്മകളുടെ മുമ്പില് പ്രതികരിക്കാൻ അറിയാതെ ഓച്ചാനിച്ചു നിൽക്കുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. നെഞ്ചുറപ്പോടെ ഇടപെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി നിങ്ങൾ ഇങ്ങനെ നോക്ക, മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ളുലുമാത്തിനൊരു ഉദാഹരണം പറയുക, മിനൽ കുഫ്രി ഇലൽ ഈമാൻ. സത്യനിഷേധത്തിൽ നിന്ന്, അല്ലാഹ് എന്ന വാദത്തിൽ നിന്ന് പടച്ചോനുണ്ടെന്ന വാദത്തിലേക്ക് ഇസ്ലാം ഖുർആൻ കൂട്ടിക്കൊണ്ടുപോകുന്നതൊന്ന് നോക്ക. സൂറത്ത് ഗാഫിർ 64, 65 ആയത്തുകളൊന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാആ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത് ദാലികുമുല്ലാഹു റബ്ബുകും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്ത് ഗാഫിറിന്റെ 64, 65 ആയത്ത് കണ്ടോ? ഇത് ശരിക്കായിട്ട് പഠിച്ച സത്യനിഷേധത്തിൽ നിന്ന് ഈമാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇന്നത്തെ ജനത എവിടെയാ ഉള്ളത്? ഇന്നത്തെ കുട്ടികൾ എവിടെയാ ഉള്ളത്? ഇന്നത്തെ കൗമാരങ്ങൾ എവിടെയാ ഉള്ളത്? ഇന്നത്തെ യുവത എവിടെയാ ഉള്ളത്? നാസ്തികതയുടെ പിന്നാലെയാണുള്ളത്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങളൊക്കെ വഴല് കേൾക്കുമ്പം, ഇവിടെ വരുമ്പം ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങളെ മക്കള് പള്ളിയായിട്ടും മദ്രസകളുമായിട്ടൊന്നും ബന്ധമില്ല. ആ മക്കള് അവിടെ ഏതോ ക്ലബ് ഹൗസുകളുടെ തിണ്ണകളിൽ നിരങ്ങുകയാണ്. ആ തിണ്ണകളിൽ നിരങ്ങി അല്ലാഹ് എന്ന വാദം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലിനെ നിഷേധിക്കുന്ന വാദം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംസ്കാര ശൂന്യനായ മനുഷ്യനായി അവതരിപ്പിക്കുന്ന ഏതോ വൃത്തികെട്ടവന്മാരെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോ അല്ല, മുഹമ്മദിന്റെ മക്കള്, അബൂബക്കറിന്റെ മക്കള്, ഉസ്മാന്റെ മക്കള്, ഈ ഉമ്മത്തിന്റെ മക്കള്. അവിടെയാണ് സങ്കടം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹു പറയുന്നു, അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഖറാറാ. ഒന്നാലോചിക്ക്, ഭൂമി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന വാസയോഗ്യമായ ഭൂമി ഒരുക്കി തന്നതാരാണ്? അല്ലാഹുവാണ്. അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അർള ഖറാറാ. പലതും എന്റെ കഴിവ് കൊണ്ടാന്ന് പറഞ്ഞേക്കാം. ബിസിനസ്, ജോലി, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ നടത്തുന്നത് എന്ന് വാദിക്കുന്ന പലരും ഉണ്ടാവും. നേരെ മറിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും അവസാനം വന്ന ലേറ്റസ്റ്റ് പടപ്പുകളാ നമ്മള്. വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് അവസാനത്തെ സൃഷ്ടിയായിട്ടാ നമ്മളെ പറഞ്ഞയച്ചത്. ഭൂമി ആസ്വദിക്കാൻ വേണ്ടി,
അതോടൊപ്പം പടച്ചോനെ തിരിച്ചറിയാനും ഭൂമിയിലെ ഈ സുഖ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അതോടൊപ്പം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാനും എന്നിട്ട് കാലാകാല ജീവിതത്തിൽ വിജയം നേടാനും. ഇതിനാണ് അള്ളാഹു പറഞ്ഞയച്ചത്. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന താമസയോഗ്യമാക്കി തന്നതാരാ? ഇത് സ്ഥിരതയുള്ള മണ്ണാക്കി തന്നതാരാണ്? ഭൂമി എങ്ങനെയാണ് ആടിയുലയാതെ എന്ന് പറഞ്ഞാൽ ആടിയുലച്ചിലുകളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാതെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? സൂറത്തുൽ മുൽക്കിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ഒതുക്കി തന്നു, നിങ്ങളുടെ വരുതിയിൽ ഒതുക്കി തന്നു. ദലൂല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞ കേൾക്കാതെ അനുസരണക്കേട് കാണിക്കുന്ന മൃഗം നമ്മുടെ കയ്യിൽ ഒതുങ്ങുമ്പോഴാണ് ദലൂലാക്കി എന്ന് പറയാം. ഭൂമി ശരിക്കും ഒരു മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഭൂമി. ഇപ്പോഴും ഈ ഭൂമി എന്ത് ചെയ്യാണ്? കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു 40 സ്പീഡിൽ ഓടുന്ന ഓട്ടോറിക്ഷയുടെ ഒരു ചെറിയ പ്രയാസെങ്കിലും, ജെർക്കിംഗ് എങ്കിലും, ഓട്ടോറിക്ഷയിൽ ഓടുമ്പോ നമുക്കൊരു ജെർക്കിംഗ് ഉണ്ടാവില്ലേ? ആ ഒരു ജെർക്കിംഗ് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഭൂമിയിൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഖുർആൻ പറഞ്ഞു, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ. പർവ്വതങ്ങൾ, ഭൂമിയിലുള്ള പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ കണ്ട അതൊക്കെ അനങ്ങാതെ ഇങ്ങനെ കിടക്കാ തോന്നുന്നു. സംഗതി ഭൂമി ഒരു മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ സ്പീഡ്, തിരക്ക് പിടിച്ച നിരത്തിലൂടെ നമ്മുടെ വാഹനങ്ങൾ ഓടുന്നത് ഒരു മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗത്തിലാണ്. 100-120 ഒക്കെ വേഗത്തിൽ അല്ലേ? അവിടെ നിന്നാണ് പോയിട്ട് 150, 160, 170, 180 ഒക്കെ ഉണ്ടാവും. ഗൾഫിലെത്തിയാൽ നമ്മളെ നാട്ടിൽ ആ പിടുത്തം പിടിച്ചാൽ കഥ കഴിയും. ഏതായാലും റോഡുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കും അതിവേഗം യാത്ര എളുപ്പാകുന്നുണ്ട്. അപകടങ്ങൾ കൂടി വരുന്നുണ്ട്. എപ്പോഴും ഒരു ഗുണം ഉണ്ടാവുമ്പോൾ ഒരു ദോഷം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പൊ ഒരു മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നു എന്ന് നമ്മളെ സ്കൂൾ പുസ്തകത്തിലൊക്കെ വായിക്കാൻ പറ്റും. അപ്പൊ ഈ ഭൂമി എത്ര സ്പീഡിലാ ഓടുന്നത്? എന്നിട്ട് ഒരു ജെർക്കിങ് പോലും, ഒരു ഹമ്പ് ചാടുന്നത്, എവിടെയെങ്കിലും ഒരു സഡൻ ബ്രേക്ക് ഇടുന്നത് ഇന്ന് വരെ അനുഭവപ്പെട്ടോ? ഇല്ല. തഹ്സബുഹാ ജാമിദതൻ വഹിയ തമുറു മർറ സഹാബ്. ഭൂമി ഒരിടത്ത് നിശ്ചലമായി കിടക്കുക എന്നാ തോന്നുക, പർവ്വതങ്ങളൊക്കെ. അല്ല, വഹിയ തമുറു മർറ സഹാബ്. അത് കാർമേഘങ്ങൾ ചലിക്കും പോലെ ചലിക്കുന്നുണ്ട്. മേഘം ചലിക്കുന്നത് സ്വമേധയാ അല്ല, കാറ്റുകളിലാണ് മേഘം ചലിക്കുന്നത്. കാറ്റാണ് ചലിക്കുന്നത്, കാറ്റിൽ മേഘവും ചലിക്കുന്നു എന്നതുപോലെ മല ചലിക്കുന്നില്ല. പക്ഷെ ഭൂമി ചലിക്കുമ്പോൾ ഭൂമുഖത്തുള്ള മലയും അതിന്റെ ഒപ്പം ചലിക്കുകയാണ്. വഹിയത്തുമുറു മർറ സഹാബ് എന്ന് പറഞ്ഞാൽ കേവലം ഏതോ ഒരു ഭാഗമല്ല, എല്ലാ ഭാഗവും ഭദ്ര. അതാണ് വിശുദ്ധ ഖുർആൻ. അതാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഈ ഭൂമിയെ ഈ രൂപത്തിൽ അനക്കല്ലാതെ നമുക്ക് കിണർ കുത്തണമെങ്കിൽ കിണർ കുത്താം, അല്ലെ? ഈ ഭൂമിയുടെ മാറിടം കുഴിച്ച് നമുക്ക് വേണ്ട വെള്ളത്തിന് വേണ്ടി ഇതിന്റെ മാറിടം പിളർക്കുമ്പം ഭൂമി ഒന്നങ്ങോട്ട് കുടഞ്ഞാൽ, ആരടാ നീ എന്റെ മുകളിൽ വന്ന് തുളക്കാൻ എന്ന് ചോദിച്ച് ഭൂമി ഒന്ന് കുലുങ്ങിയാൽ നമ്മുടെ ഒരു ഉപകരണവും അവിടെ ഉണ്ടാവില്ല. നമ്മളും ഉണ്ടാവില്ല, നമ്മുടെ വീടും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കുഴിക്കുന്ന കിണറ്, ആ കിണറ് കുഴിക്കുമ്പോ ഭൂമി എങ്ങാനും നമ്മളോട് പ്രതിഷേധിച്ചാൽ നമ്മളും ഉണ്ടാവില്ല, കിണറും ഉണ്ടാവില്ല, വീടും ഉണ്ടാവില്ല. ചുറ്റുപാട് മൊത്തം ആണ്ടുപോകും ഭൂമിയിലേക്ക്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ. വലിയ വലിയ സമ്മേളനങ്ങൾ നടത്താം, ഉറൂസുകൾ നടത്താം, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. വലിയ ട്രക്കറുകൾ ഈ ഭൂമിയുടെ മുകളിലൂടെ അങ്ങനെ ഓടിക്കുമ്പോൾ എനിക്ക് ഭാരം കൂടുതലാന്ന് ഭൂമി എപ്പോഴെങ്കിലും പറഞ്ഞോ? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ. അതുകൊണ്ട് ഈ ഭൂമിയുടെ വിരുമാറിലൂടെ നിങ്ങൾ ഓടി നടന്നോ. വകുലൂ മിർ റിസ്ഖി. ഭൂമിയിൽ ആകെ അല്ലാഹു വെട്ടി എറിഞ്ഞിരിക്കുകയാണ്, വെട്ടി മുറിച്ചെറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ. അത് ചിലരുടേത് സൗദിയിലാ, ചിലരുടേത് UAE-ലാ, ചിലരുടേത് ഖത്തറിലാ, ചിലരുടേത് കർണാടകത്തിലാ, ചിലരുടേത് കേരളത്തിലാ. എവിടെയാ ഉള്ളതെങ്കിൽ അവിടത്തേക്ക് ഓടിക്കോ. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. പക്ഷേ വഇലൈഹിൻ നുശൂർ.
ഒരു ഓർമ്മ നിനക്ക് വേണം, എന്തായാലും അവസാനം തിരിച്ചു വരാനുള്ളത് എന്റെ അടുത്തേക്കാന്നുള്ള ഓർമ്മ വേണം. ആ കോലത്തിലുള്ള തീറ്റയെ തിന്നാവൂ, ആ കോലത്തിലുള്ള പാച്ചിലേ പായാവൂ, അതാ പറയണം. കണ്ടോ, ഈ ഭൂമി ഒരുക്കി തന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ശരിക്കും അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി. അപ്പൊ നിങ്ങൾക്കൊക്കെ കിടന്നുറങ്ങാൻ സ്വന്തം വീടുകളുണ്ട്. പക്ഷെ മനുഷ്യരായ എന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, എന്റെ അടിമകൾ എന്നർത്ഥത്തിന്. എന്റെ അടിമകളായ നിങ്ങൾക്ക് കിടക്കാനും ഉറങ്ങാനും, ഇനി വീടില്ലാത്തവനും വീടായിട്ട് ഞാനിവിടെ ഒരുക്കി തന്ന ഫ്ലോറാണ് ഭൂമി, അതിന്റെ മേൽക്കൂരയാണ് ആകാശം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാആ. അവൻ മേൽപന്തലൊരുക്കി, ഫ്ലോറും ഒരുക്കി, അതായത് വീടുണ്ടാക്കി, താമസിക്കാനുള്ള വീടുണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ടോ അതിൽ താമസിക്കേണ്ട നിങ്ങള്, അതിലേക്ക് ആവശ്യമായ ജനസംഖ്യ ഞാൻ പടച്ചു. അതാണ് ഇനി അല്ലാഹ് പറയുന്നത്, വസബ്ബറക്കും ഫഅഹ്സന സുവറക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപകൽപ്പന നൽകി നിങ്ങളെ അല്ലാഹ് സൃഷ്ടിച്ചു. ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപം നൽകി. എന്റെ രൂപമല്ല ഈ ഉസ്താദിന്, അവരുടെ രൂപമല്ല തൊട്ടടുത്ത ഉസ്താദിന്. ഈ സ്റ്റേജിൽ ഒരാളുടെയും ഫേസ് കട്ടല്ല മറ്റൊരാൾക്കുള്ളത്, വ്യത്യസ്ത ഫേസ് കട്ടുകളാ. ഒരാളുടെ ഫേസ് കട്ടും വേറൊരാൾക്കില്ല. അത് അല്ലാഹു ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു തന്നെ ചോദിക്കുന്നില്ലേ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അല്ലാഹു ഉദ്ദേശിച്ച ഏതോ ഒരു സെപ്പറേറ്റ് രൂപം നിനക്ക് പടച്ച റബ്ബ് തന്നില്ലേ സഹോദരാ? എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തില് 3 ആളുകൾ കിടന്നിട്ടുണ്ട്. ഞാനുണ്ട്, അനുജനുണ്ട്, എന്റെ പെങ്ങളുണ്ട്. 3 ആളെന്ന ആണ് എന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത്. എന്റെ ഉപ്പക്കും ഉമ്മക്കും ജനിച്ചത് 3 ആളുകളാ. എന്റെ ഉമ്മയുടെ ഗർഭപാത്രം, അതാണ് ഞങ്ങളെ 3 പേരെയും സൃഷ്ടിച്ച അച്ചുതണ്ട്. അല്ല, അതിന്റെ അച്ചുതണ്ടല്ല, അച്ച്, അതിന്റെ അച്ച്. ആ അച്ചിലിട്ട് വാർത്ത ഞങ്ങളെ എടുത്തത്. മൂഷ, അച്ച് എന്ന് പറയാം. ആ അച്ചിലിട്ട് വാർത്ത എടുത്തത് ഉമ്മയുടെ ഗർഭപാത്ര, ഞങ്ങളുടെ അച്ച്. ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോ, ഒരച്ചിലിട്ടിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കുമ്പം, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സോപ്പ് ഉദാഹരണമായിട്ട് എടുത്തുക്കോ, പിയേഴ്സ് സോപ്പ്. ആ സോപ്പ് ഉണ്ടാക്കാൻ ഒരു അച്ചുണ്ടാവും അല്ലേ? ആ അച്ചിലിട്ട് എടുത്ത പിയേഴ്സ് സോപ്പുകളൊക്കെ ഒരേ രൂപത്തിലായിരിക്കും. അതിന്റെ പിയേഴ്സ് എന്ന പേര്, ആ ലെറ്ററുകൾ, പേരെഴുതിയ ലെറ്ററുകൾ കുഴിഞ്ഞിട്ടാണ് സോപ്പിലുള്ളതെങ്കിൽ നമുക്ക് ഉറപ്പായി അച്ചിൽ അത് പൊങ്ങിയിട്ടാണുള്ളത് അല്ലെ. അച്ചില് പൊങ്ങി നിൽക്കുമ്പോഴാണ് സോപ്പില് കുഴിഞ്ഞു വരിക. സോപ്പില് പേരെഴുതിയത് മുകളിലേക്കാണ്. നമ്മൾ തേക്കുന്നതിനനുസരിച്ച് തേഞ്ഞു പോകുന്ന അവസ്ഥയിലാവുള്ളതെങ്കിൽ, തടവിയാൽ കയ്യിൽ ഇങ്ങനെ തട്ടുന്ന രൂപത്തിലാണെങ്കിൽ ഉറപ്പാണ് അച്ചിൽ കുഴിഞ്ഞിട്ടാണുള്ളത്. നേരെ ഓപ്പോസിറ്റാ വരിക. ഏതായാലും ഒരച്ചിലിട്ട് വാർത്തെടുത്ത സോപ്പൊക്കെ ഒരു രൂപത്തിലായിരിക്കും. പക്ഷെ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലെടുത്ത് വാർത്തെടുത്ത എന്റെ രൂപം ഒന്ന് വേറെ, എന്റെ അനുജന്റെ രൂപം ഒന്ന് വേറെ, എന്റെ പെങ്ങളുടെ രൂപം ഒന്ന് വേറെ. ഇതാണ് ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. എന്റെ മൂക്കല്ല അനുജൻ അല്ലാഹു കൊടുത്തത്, എന്റെ പെങ്ങൾക്കല്ല കൊടുത്തത്. അതൊക്കെ വ്യത്യസ്തമാണ്. കളർ വ്യത്യസ്തമാണ്, മൂക്ക് വ്യത്യസ്തമാണ്, ഹൈറ്റ് വ്യത്യസ്തമാണ്, അല്ലെ, വെയിറ്റ് വ്യത്യസ്തമാണ്, സൗണ്ട് വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യാസമാണ്. അതാണ് അല്ലാഹു പറഞ്ഞു, ആ ഗർഭപാത്രത്തിലിട്ട് അവൻ നിങ്ങൾക്ക് രൂപം നൽകുന്നത് അവൻ ഉദ്ദേശിക്കും പോലെ രൂപം നൽകുന്നു. അവൻ ഉദ്ദേശിക്കും പോലെ. അതിന് പഠിച്ചവനെ കഴിയുള്ളൂ. അച്ചില്ലാതെയാണ്, അല്ല, അച്ചുണ്ട്. അച്ചിലിട്ട് പടച്ചത് അച്ചിന്റെ രൂപത്തിൽ, ഒരേ രൂപത്തിലല്ല, ഒരേ അച്ചിലിട്ട് വാർത്തത് പല രൂപത്തിൽ. കാരണം അവൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യത്യസ്ത രൂപം അവിടെ അങ്ങ് കൊടുക്കുകയാണ്. ഫേസ് കട്ട് വല്ലാത്തൊരു അത്ഭുതമല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ?
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ ഉണ്ടായ ഇനി പടച്ചോണ്ട് എന്ന് പറയണ്ടേ? അതാ പറയുന്നത് ഫസബ്ബറക്കും ഫഅഹ്സന സുവറക്കും വസബ്ബറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങൾക്ക് നല്ല രൂപകൽപ്പന നൽകിയവൻ. എന്നിട്ട് പറഞ്ഞു വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, എന്നിട്ട് പാർക്കാൻ മനോഹരമായൊരു വീട്, അതായത് ആകാശം ഭൂമിയും അതൊരു വീടിനോടാ ഉപമിപ്പിച്ചത്. എന്നിട്ട് അതിൽ പാർക്കാൻ കുറെ ആളുകൾ, എന്നിട്ട് അവർക്ക് നല്ല രൂപം നൽകി അള്ളാഹു കുറെ ആളുകളെ പടച്ചു, മനുഷ്യന്മാരെ. എന്നിട്ട് വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, ശൂന്യതയിലേക്ക് അങ്ങ് പടച്ചു വിട്ടക്കല്ല, പറിച്ചു തിന്നാൻ, മുക്കി കുടിക്കാൻ, കോരി കുടിക്കാൻ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, വിശുദ്ധമായ പല ആഹാരങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഇതൊക്കെ നൽകിയ റബ്ബ്, ഈ റബ്ബാണ് അല്ലാഹു. എന്നിട്ട് പറയാണ് ഹുവല്ലാഹ്, അവനെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് പറയാ ദാലികുമുല്ലാഹു റബ്ബുക്കും, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു എല്ലാം തികഞ്ഞവനാണ്. തബാറക്കല്ലാഹ്, കുറെ അർത്ഥങ്ങൾ ഉണ്ട് അതിന് കേട്ടോ. മലയാളത്തിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല അർത്ഥം എല്ലാം തികഞ്ഞവനാണ്. തകാമല റബ്ബുൽ ആലമീൻ, തകാമല അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അതിനെ പല രൂപത്തിലും വ്യാഖ്യാനിച്ച് അവസാനം പറഞ്ഞെത്തിച്ചത്. തകാമല അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബ് എല്ലാം തികഞ്ഞവനാണ്. ഹുവൽ ഹയ്യ്, അവന് മരണമില്ല, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനെയല്ലാതെ ആരാധിക്കാൻ പറ്റുന്ന ഒന്നുമില്ല, അവനല്ലാത്ത ഒന്നിനെയും ആരാധിക്കാൻ പറ്റില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അതുകൊണ്ട് അല്ലാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. കീഴൊതുങ്ങാണ്, അനുസരിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, കണ്ടോ, സമ്മതിക്കുകയാണ്, അഡ്മിറ്റ് ചെയ്യുന്നു. പടച്ചോനെ ഞാൻ സമ്മതിച്ചു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയാണ് അത് അവസാനിക്കുന്നത്. തൗഹീദ് കുഫ്റിൽ നിന്ന് ഈമാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ പറയാനൊരുങ്ങിയാൽ 10:30 പ്രഭാഷണം നിർത്തി തുടങ്ങണം. 10:40 ആകുമ്പോഴേക്ക് ദുആഉം അവസാനിക്കും. ശേഷം വന്ദരായ സഅദി ഉസ്താദിന്റെ പ്രഭാഷണം തുടരും. അതുകൊണ്ട് സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് നയിക്കുന്ന അള്ളാഹുവിനെ കാണാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ. മിനദ്ദുലുമാത്തി ഇലന്നൂറിന് എത്രയോ ഉദാഹരണങ്ങൾ. ഈ നിന്ന നൃത്തത്തിൽ നിന്ന് ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനുമായിട്ടൊരു 10-25 കൊല്ലം ഈ വിശുദ്ധ ഖുർആന്റെ ഹിദ്മയിലായിട്ട് ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആയത്തുകൾ ഓർമ്മയിലേക്ക് വരുന്നു. ഓരോന്നും ഇങ്ങനെ പറയുകയാണെങ്കിൽ പറയാനും കേൾക്കാനും ഒക്കെ നല്ല രസമുണ്ടാകും. പക്ഷെ സമയം അനുവദിക്കുന്നില്ല. ഇനി നമ്മൾ അടുത്തതിലേക്ക് നീങ്ങുക. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ജൗറിൽ നിന്ന് അദിലിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നീങ്ങുന്ന ഇസ്ലാം, നയിക്കുന്ന ഇസ്ലാം ഖുർആൻ. ഒന്ന് കണ്ടു നോക്ക്. ഖുർആൻ പറയുന്നു ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതി കൊണ്ടാണ് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ 3 കൽപ്പനയും 3 വിരോധനയുമാക്കി ചുരുക്കി പറഞ്ഞ ഒരായത്താണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകരി വൽ ബഗി. 3 കൽപ്പനയും 3 വിരോധനയും, 6 കാര്യങ്ങൾ. ആ 3 കൽപ്പനകൾ അല്ലാഹു തുടങ്ങിയപ്പോൾ അതില് 3 കൽപ്പനയിൽ ലോകത്തുള്ള എല്ലാ വാജിബും സുന്നത്തും അതിന്റെ അകത്തുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. അവരൊറ്റ ആയത്ത് മാത്രം പറഞ്ഞിട്ട് വിശദീകരിക്കണം. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്നുള്ള ആയത്ത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ 2ാം ഖുത്ബയിൽ സാധാരണ അത് ഓതുന്ന ഒരു ശീലം ഉണ്ടാക്കിയത്. 2ാം ഖുത്ബയുടെ അവസാന ഭാഗം അത് ഓതിയിട്ടാണ് ഖതീബ് വാള് കൈമാറാറുള്ളത്. അത് അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ അതങ്ങനെ തുടർന്നു പോകുന്നു. ഇപ്പോഴും നിങ്ങളുടെ നാട്ടിൽ അത് തുടരുന്നുണ്ടാവും. അത് മനോഹരമായൊരായത്താണ്. അതിലാദ്യം പറഞ്ഞത് നീതി കൽപ്പിക്കുന്നു ഇസ്ലാം എന്നാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതി കൽപ്പിക്കുന്നു. അപ്പൊ അനീതി പാടില്ല. എല്ലായിടത്തും നീതി വേണം, എല്ലായിടത്തും നീതി വേണം.
എവിടെയെന്നറിയോ? ഉറ്റവരും ഉടയവരുമായിരിക്കാം, അവർക്ക് വേണ്ടി നിങ്ങൾ സാക്ഷി പറയാൻ പോകുന്നു. കള്ളസാക്ഷി പറയരുത്. എന്റെ മകനല്ലേ, എന്റെ കുട്ടിയല്ലേ, എന്റെ കെട്ടിയോളല്ലേ, എന്റെ കെട്ടിയോനല്ലേ, എന്റെ പ്രസിഡന്റ് അല്ലേ, എന്റെ സെക്രട്ടറി അല്ലേ, എന്റെ ഖജാൻചിയല്ലേ, എന്റെ നാട്ടുമൂപ്പനല്ലേ, ഇതിനൊന്നും ഇസ്ലാമിന്റെ നിയമങ്ങൾ കോട്ടിമാട്ടാൻ പറ്റില്ല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച നീതി എന്താണെന്നറിയോ? നിങ്ങള് ലൗ സറഖത്ത് ബിന്തി, എന്റെ മകളാണ് കട്ടതെങ്കിൽ പോലും നബി തങ്ങൾ പറഞ്ഞതാണ്. മുത്തുനബിയുടെ പൊന്നുമോള് കക്കുമെന്നല്ല അതിന്റെ അർത്ഥം, മോഷണം നടത്തുമെന്നല്ല. ഇല്ല ഇല്ല, അതുപോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിടാൻ ആർക്കാണ് നമ്മളെ കൂട്ടത്തില് ഭാഗ്യം കിട്ടിയ വാപ്പയും ഉമ്മയുള്ളത്? ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമയെ പോലെ ഏതാവട്ടെ മുത്തുനബി പറഞ്ഞു, ഓ പ്രധാനപ്പെട്ട തറവാട്ടുകാര് കട്ടാല് കൈ മുറിക്കരുത്, തൽക്കാലം മറ്റെന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്തൊഴിവാക്കണമെന്ന് മുത്തുനബിന്റെ അടുത്ത് വന്ന് അള്ളാഹുവിന്റെ ആക്ടുകളിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞപ്പം മുത്തുനബി പറഞ്ഞ വാക്കാണത്. എന്റെ മകൾ തന്നെ മോഷ്ടിച്ചാലും ശരി, ലഖത്തഅ്തു യദഹാ, ഇസ്ലാമിക ന്യായാധിപൻ എന്ന നിലക്ക് അവളുടെ കൈ കൊത്തേണ്ടത് ഞാനായിരിക്കും. നീട്ടിവെച്ച അവളുടെ കൈ വെട്ടിക്കളയാൻ, അള്ളാഹുവിന്റെ നീതി നടപ്പാക്കാൻ എനിക്കൊരു മനപ്രയാസവും ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഖുർആനാണ് മുത്തുനബിയെ ഈ ഒരു പ്രസ്താവനയിലേക്ക് നയിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നീതിപൂർവം സാക്ഷി പറയുന്നവരാവണം. വലാ യജ്രിമന്നകും ശനആ وَإِذَا قُلْتُمْ فَاعْدِلُوا وَإِذَا قُلْتُمْ فَاعْدِلُوا وَلَوْ كَانَ ذَا قُرْبَى. നിങ്ങളൊരു വിഷയത്തിൽ സംസാരിക്കാൻ പോവുകയാണെങ്കിൽ നീതിയോടുകൂടെ സംസാരിക്കണം. മദ്യം പറയുമ്പം നാട്ടിലെ മധ്യസ്ഥന്മാര് കാലിച്ചായക്ക് മദ്യം പറയുന്നവരുണ്ട്, നക്കാപ്പിച്ചകൾക്ക് മദ്യം പറയുന്ന നാട്ടുമൂപ്പന്മാരുണ്ട്. അവരോടൊക്കെയാ പറയുന്നത്. കുടുംബത്തെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്, നെറികെട്ടവന്മാരുണ്ട്. അവരോട് ഖുർആൻ പറയാണ്, വൈദാ ഖുൽതും, ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് നിങ്ങൾ സംസാരിക്കുമ്പം ഫഅദിലൂ, ജസ്റ്റിസ്, നീതി മറന്നു പോകരുത്, നീതിയുടെ പക്ഷത്ത് നിൽക്കണേ. വലൗ കാന ദാ ഖുർബാ, അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായേക്കാം. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും നിങ്ങൾ അവർക്കെതിരിൽ സത്യം തുറന്നു പറഞ്ഞോളണം. നേരത്തെ ഞാൻ ഓതിയ ആയത്ത് മറ്റൊന്നാണ്. ശത്രുവാണെങ്കിൽ പോലും ആർക്ക്? ബന്ധുവിന് അനുകൂലമായി കള്ളസാക്ഷി പറയരുത്. നേരത്തെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത്, ശത്രുവാണെങ്കിൽ പോലും നീതി നടപ്പാക്കുന്നിടത്ത് നിങ്ങള് ഒരു നിലക്കും അന്യായം കാണിക്കാൻ പാടില്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിരോധം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, നിങ്ങൾക്ക് ദുഷ്പ്രേരണ നൽകാതിരിക്കട്ടെ. അലാ അല്ലാ തഅദിലൂ, നീതി പാലിക്കാതിരിക്കാൻ, അനീതി പാലിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. കണ്ടോ? അനീതി കാണിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കാൻ. ശത്രുവാണോ അവൻ എന്റെ ശത്രുവാണ്, എന്നാൽ അവനെതിരെ ആവട്ടെ ഈ തീരുമാനം എന്ന് കരുതാൻ പാടില്ല. നിങ്ങൾ നീതി പാലിച്ചോളണം. ആ നീതിയാണ് പടച്ചവനെ പേടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം. അള്ളാഹുവിനെ പേടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം നീതിയോട് കൂടെ പ്രവർത്തിക്കലാണ്. മാതാപിതാക്കളോട് കൂടെ നീതിയുണ്ട്, ഉസ്താദന്മാരോട് നീതിയുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരോട് നീതിയുണ്ട്, അനുയായികളോട് നീതിയുണ്ട്, ലീഡറോട് നീതിയുണ്ട്, ഫോളോവേഴ്സിനോട് നീതിയുണ്ട്, കൂട്ടുകാരനോട് നീതിയുണ്ട്, അയൽക്കാരനോട് നീതിയുണ്ട്. നീണ്ടുപോകുന്നു ആ പട്ടിക. വിശുദ്ധ ഖുർആൻ നീതിയുടെ രാജപാതയിലേക്ക് കൈപിടിച്ചാനയിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
എത്ര മനോഹരം അല്ലേ? സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 1-ാമത്തെ വയസ്സിൽ, ഒരു വയസ്സായിട്ടില്ല, മാസങ്ങൾ മാത്രം മുത്തുനബിക്ക് പ്രായമായിട്ടുള്ളൂ. അന്നാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വലത്തെ മുലയിലെ പാലാ കൊടുക്കാറുള്ളത് കുഞ്ഞുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക്. ഇടത്തെ മുലയിലെ പാലാണ് തന്റെ സ്വന്തം മകന് കൊടുക്കാറുള്ളത്. ഒരു ദിവസം മകൻ ഉറങ്ങണം, മുത്തുനബി പാല് കുടിച്ചു കഴിഞ്ഞു. അപ്പൊ തോന്നി ഇടത്തെ ഭാഗത്തെ പാലും കൂടെ മുത്തുനബിക്ക് എന്നെ കൊടുക്കട്ടെ എന്ന്, മുഹമ്മദിന് എന്നെ കൊടുക്കട്ടെ എന്ന്. കാരണം അന്ന് നബി ആയിട്ടും അത് തിരിച്ചറിഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ ആ കുട്ടി കടന്നു വന്നത് മുതൽ ആ വീട് അടിമുടി മാറി. കാരണം ഈ ഉമ്മത്തിനെ അടിമുടി മാറ്റാനുള്ള നേതാവാണ്. ആ നേതാവ് കടന്നു വന്നപ്പോ തന്നെ ഹലീമ ബീവിയുടെ പരിസരങ്ങളൊക്കെ അടിമുടി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തഫാവുലുമായിട്ടാണ്, ശുഭലക്ഷണവുമായിട്ടാണ് ആ കുഞ്ഞന്ന് കാലെടുത്തു വെച്ചത് തന്നെ. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇടതുഭാഗത്തേക്ക് തിരിച്ചു കിടത്തി ആ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് ഉമ്മയുടെ മുലക്കണ്ണ് വായിൽ നിന്ന്, മുത്തുനബിയുടെ തിരുവായിൽ നിന്ന് ഒഴിഞ്ഞ് തിരിഞ്ഞങ്ങ് കിടന്നു, സ്വീകരിച്ചില്ല. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ ഇതേ കുറിച്ച് അഭിപ്രായപ്പെട്ടത്, എന്തുകൊണ്ടാ മുത്തുനബി ആ പാല് കുടിക്കാതിരുന്നത്? ലിഅന്നഹു ഖദ് അലിമ അന്ന ലഹു ശരീകം ഫിർ റളാഅ. മുത്തുനബിക്കറിയാം ഈ ഉമ്മയുടെ പാല് കുടിക്കാൻ ഞാനൊരു അവകാശി മാത്രമല്ല, എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ടെന്നറിയാം. പാർട്ട്ണറുടെ ഹക്കിൽ ഞാൻ കൈയിട്ട് വാരുന്നത് ആരാന്റെ ഹക്കിൽ കൈയിട്ട് വാരലാണ്. ആരാന്റെ ഹക്കിൽ കൈയിട്ട് വാരിയാൽ 40 വയസ്സ് തികഞ്ഞതിന്റെ ശേഷം മുത്തുനബിക്ക് ഈ വെളിച്ചത്തിന്റെ ഗ്രന്ഥം ഇറങ്ങാനിരിക്കുക, ഈ സമ്പൂർണ്ണ വെളിച്ചത്തിന്റെ ഗ്രന്ഥം ഇറങ്ങാനിരിക്കുക. അതിൽ ഈ ആയത്ത് വരാനിരിക്കുക, ഈ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറയുമ്പോൾ സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കാൻ ഇടയുണ്ടാകരുത്. പടച്ചോന്റെ തീരുമാനാണ്. ഞാനിപ്പോ എന്റെ നാട്ടിൽ എല്ലാ കൊല്ലവും 5 ദിവസത്തെ വഅദ് പറയും. ഒരു വാർഷിക പ്രഭാഷണം ഉണ്ടാകാറുണ്ട്. എന്റെ സ്വന്തം നാട്ടിൽ, ഞാൻ ജനിച്ച മഹല്ലിൽ കൊല്ലങ്ങളോളായി 10-13 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ആരാണ് എന്റെ വഅദ് കേൾക്കാൻ വരല്? എന്റെ കൂടെ പഠിച്ചവര്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഈ മൂല്യങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോ എന്റെ കൂടെ പഠിച്ചവർക്ക് ചിലപ്പോ പറയാനുണ്ടാവും സദസ്സിന്ന്. ഞാൻ നീതിയെ പറ്റി പറയുമ്പോ, അനീതിക്കെതിരെ പറയുമ്പോ, അക്രമത്തിനെതിരെ പറയുമ്പോ, നീ അത്ര വലിയ ഉന്നതനായി സംസാരിക്കണ്ട, അത്ര വലിയ മൂല്യങ്ങളെ കുറിച്ച് തോരാതെ സംസാരിക്കണ്ട. ചെറുപ്പത്തിൽ എന്റെ ടിഫിൻ പാത്രത്തിൽ നിന്ന് എന്റെ കൂട്ടാൻ നീ മോഷ്ടിച്ചിട്ടുണ്ട്, എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ മിഠായി എടുത്ത് കഴിച്ചിട്ടുണ്ട്, എന്റെ പെൻസില് മോഷ്ടിച്ചിട്ടുണ്ട്, എന്റെ വീട്ടിലെ മാമ്പഴം നീ എറിഞ്ഞു വീഴ്ത്തി തിന്നിട്ടുണ്ട്. ഇതൊക്കെ എന്റെ കൂടെ പഠിച്ച അഷ്റഫിനും അഷ്കറിനും ഒക്കെ പറയാൻ അറിയും. സത്യമാണ്. പക്ഷെ അതാരെങ്കിലും പറയോ? അത് ബാല്യകാല ചാബല്യം. അങ്ങനെയല്ലേ വിടുള്ളൂ. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും, വലുതായിട്ട് വല്ലതും ഉണ്ടാകുകയാണെങ്കിലേ കുറ്റപ്പെടുത്തുള്ളൂ. നാം മുത്തുനബിക്ക് അങ്ങനെ ഒരു ബാല്യകാല ചാബല്യം പോലും ഇല്ല. എന്തേ കാരണം? അത് ഖുർആൻ സത്യം ചെയ്ത് പരിശുദ്ധമാക്കിയ ആയുസ്സാണ്. 63 കൊല്ലക്കാലത്തെ ആയുസ്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ എന്ന് അല്ലാഹു കട്ടായമായി ഉറപ്പിച്ചു തറപ്പിച്ചു പറഞ്ഞതാണ്. നബിയെ, അങ്ങയുടെ 63 കൊല്ലക്കാലത്തെ ആയുസ് സാക്ഷിയാണ്. ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ. മനുഷ്യർ അവരുടെ ജീവിത വെപ്രാളങ്ങളിൽ അലയുകയാണ്. മനുഷ്യൻ ജീവിത വെപ്രാളങ്ങളിൽ അലയുമ്പം വഴി അറിയാതെ, ഏതു മാർഗത്തേക്കാണ് ഇനി വഞ്ചി തുഴയേണ്ടതെന്നറിയാതെ കണ്ണു നിർത്തുമ്പം, അത് കുടുംബ വിഷയത്തിലാ പരാജയപ്പെട്ടതെങ്കില്, കച്ചവടത്തിന്റെ കാര്യത്തിലാ പരാജയപ്പെട്ടതെങ്കില്, ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യുന്നിടത്താ പരാജയപ്പെട്ടതെങ്കില്, ഖാദിസ്ഥാനം നിർവഹിക്കുന്നിടത്താ പരാജയപ്പെട്ടതെങ്കില്, ഒരു നല്ല ഭർത്താവായി അഭിനയിക്കുന്നതിലാ പരാജയപ്പെട്ടതെങ്കില്, എവിടെയും 63കാരനായ തങ്ങളെ നോക്കിയാൽ അവർക്കതിനുള്ള ഉത്തരം അതിലുണ്ടാകും. പരിഹാരം തങ്ങളുടെ വയസ്സിലും ജീവിതത്തിലുണ്ടാവും. അങ്ങനെ എന്ന് പറഞ്ഞ 63 കൊല്ലം പരിശുദ്ധമായ കൊല്ലാണ്. അവിടെ ഒരു കറുത്ത പുള്ളിയും വീണിട്ടില്ല എന്നല്ല എന്ന് പറഞ്ഞെങ്കിൽ, ഈ 1-ാമത്തെ വയസ്സിൽ ആ പാല് കുടിക്കാൻ പാടില്ല. അതാ കുടിക്കാതിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നീതിയിൽ നിന്ന് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ ഖുർആൻ.
ഇനി നോക്കൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹ് പറഞ്ഞു തമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലാ. അല്ലാഹുവിന്റെ വചനങ്ങൾ സമ്പൂർണമായി സത്യവും നീതിയുമാണ്. അതാണ് അതിന്റെ അർത്ഥം. തമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലാ. നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ വചനം സമ്പൂർണമായി നീതിയും സത്യവുമാണ്. കളവില്ലാതില്ല. പടച്ചോന്റെ വചനങ്ങളിൽ 6000 ചില്ലാനം വചനങ്ങളിൽ എവിടെയും പൊള്ളില്ല, എവിടെയും അനീതിയുമില്ല. നീതി മാത്രം, സത്യം മാത്രം. മിനദ്ദുലുമാത്തി ഇലന്നൂർ. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, കളവിൽ നിന്ന് സത്യത്തിലേക്ക്, അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. അറിവില്ലായ്മ ഒരു അലങ്കാരമാക്കിക്കൊണ്ട് നടക്കരുത്. അറിവില്ലായ്മ ആളുകൾക്കുണ്ടാവാം, പക്ഷെ അതൊരു അലങ്കാരാക്കിക്കൊണ്ട് നടക്കരുത്. അറിയാത്ത കാര്യം ചോദിച്ചു പഠിക്കണം. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് യാത്ര തിരിച്ചു വിശുദ്ധ ഖുർആൻ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചോ. പഠിക്കാൻ പറഞ്ഞു. ആദ്യമായി ഞാൻ പറഞ്ഞു, അന്ന് ജബലുന്നൂറിലെ ഹിറാ പർവ്വതത്തിൽ ഇറങ്ങിയ ആദ്യത്തെ 5 വചനങ്ങളുടെ ഉദ്ഘാടനം, അതിലെ പ്രധാന പ്രമേയം ഞാൻ പറഞ്ഞിരുന്നു. മനുഷ്യനാണ് അതിലെ പ്രമേയം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഉദ്ഘാടന വാക്യം നിർവഹിച്ചത് എഴുത്തിന്റെ വായനയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. വാമൊഴിയുമുണ്ട്, വരമൊഴിയുമുണ്ട്, പേനയുമുണ്ട്, നാവുമുണ്ട്. രണ്ടും, വായനയും എഴുത്തും അതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു. വിജ്ഞാനത്തിന് എത്ര വലിയ പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയത്. സയൻസ് ആദ്യം തന്നെ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറഞ്ഞ് സയൻസിന്റെ ലോകത്തേക്ക് വാതിൽ തുറന്നിട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കണ്ടോ നിങ്ങള്? അന്വേഷണ തൃഷ്ണ വർദ്ധിപ്പിച്ച ഖുർആൻ, അതാണ് വിശുദ്ധ ഖുർആൻ. മിനദ്ദുലുമാത്തി ഇലന്നൂർ. ആ അറിവിന്റെ വെളിച്ചം പരന്നൊഴുകുകയാണ്. അറിവുള്ളവർക്ക് മാത്രമാണ് പടച്ചറപ്പിനെ ഭയപ്പെടാൻ കഴിയുക. വഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അങ്ങനെ നീണ്ടു പോകുന്നു. ഇനി ഭീതിയിൽ നിന്ന് സമാധാനത്തിലേക്ക് ലീഡ് ചെയ്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മിനദ്ദുലുമാത്തി ഇലന്നൂറിന്റെ മറ്റൊരു എക്സാമ്പിൾ, ഭീതിയിൽ നിന്ന്, അസമാധാനത്തിൽ നിന്ന്, ബേജാറുകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് സമാധാന അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികൾക്ക് അല്ലാഹു ഒരുക്കി കൊടുത്ത വലിയ 2 സൗകര്യങ്ങള്, അനുഗ്രഹങ്ങളല്ല പറഞ്ഞത്. പട്ടിണി കിടന്ന് മരിക്കാതെ അന്നം കഴിച്ചു ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? വിശക്കുമ്പോ ഭക്ഷണം നൽകിയവനാണ് അവൻ. അല്ലദീ അത്അമഹും മിൻ ജൂ'. വിശപ്പ് മാറ്റാൻ ഭക്ഷണം തന്ന റബ്ബിനെ ഖുറൈശികള് അവര് ഒരു പ്രതീകം മാത്രമാണ്. മൊത്തം മനുഷ്യരോട് പറയാണ്, അല്ലാഹു ആണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയതെങ്കിൽ നിങ്ങൾ അവനെ ആരാധിക്കണം, നിങ്ങൾ അവനെ ആരാധിക്കണം. പ്രവാചകന്മാരോട് മൊത്തം അല്ലാഹു പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, യാ അയ്യുഹർ റുസുൽ. ഖുർആനിലുണ്ട് യാ അയ്യുഹർ റുസുൽ. ഓ മുർസലീങ്ങളെ, പ്രവാചക കുടുംബമേ, എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞതാ, കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹാ. നിങ്ങൾ വിശിഷ്ടമായ ആഹാരം കഴിക്കണം. തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പന്നിമാംസം കഴിക്കരുത്, ചത്തത് തിന്നരുത്, പുഴുത്തത് തിന്നരുത്, കള്ള് കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശിഷ്ടമായതൊക്കെ നിങ്ങൾ കഴിച്ചോ, നല്ലതൊക്കെ കഴിച്ചോ. ആരോഗ്യത്തിന് ഹാനികരമല്ല തൊക്കെ നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നിട്ടുണ്ട്. കുലൂ മിനത് ത്വയ്യിബാത്ത് വഅമലൂ സ്വാലിഹാ. 1,24,000 നബിമാരോട് അല്ലാഹു പറഞ്ഞ വാക്കാണത്. യാ അയ്യുഹർ റുസുൽ കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹാ. എത്ര മനോഹരാണ് അല്ലേ? എല്ലാരോടും പറഞ്ഞു തന്നെയാണ് ഈ പറയുന്നത്. അല്ലദീ അത്അമഹും മിൻ ജൂ' വആമനഹും മിൻ ഖൗഫ്.
അവർക്ക് ഭയാന്തരീക്ഷത്തില് സമാധാനം നൽകിയവനാണ് അല്ലാഹു. രാജ്യം വീണ്ടും ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. എവിടെയൊക്കെ എത്തുന്ന അല്ലാഹു ആലം. അല്ലാഹു ഒരു പ്രയാസവും ഇല്ലാതെ അല്ലാഹു തആല അതിനൊരു തീർപ്പ് കൽപ്പിക്കട്ടെ. ആമീൻ എന്ന് പറയണം. കാരണം എവിടെയൊക്കെ യുദ്ധങ്ങൾ പൊട്ടിത്തുടങ്ങിയോ അവിടെയൊക്കെ അസമാധാനങ്ങൾ കൊടികുത്തി വാഴും. ഒരു സമാധാനം ഉണ്ടാവില്ല. ജീവിക്കാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാവുക. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്ക് എന്റെ വീടിന് മുകളിൽ, എന്റെ മക്കൾക്ക് മുകളിൽ ബോംബ് വന്ന് വർഷിക്കോ, മിസൈല് വീഴുവോ എന്നുള്ള പേടി ഉണ്ടായി ജീവിക്കുന്ന പലസ്തീനികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ അവസ്ഥ നമ്മുടെ രാജ്യത്തും വന്നു കഴിഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടല്ലേ? ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും അല്ലാഹു സമാധാനം നൽകട്ടെ. അതിനാ നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മളെ രാജ്യത്തെ ആരും കടന്നാക്രമിക്കാൻ പാടില്ല, അത് വിഷയമാണ്. പക്ഷെ യുദ്ധം പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ദുആ ചെയ്തത്, അല്ലാഹു യുദ്ധത്തിന്റെ തീ അല്ലാഹു അണച്ചു കളയട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് അസമാധാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കരുതണം. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ ഭൂലോക മുതലാളി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ട്. ആരാണത്? ഭൂലോക മുതലാളി ആരാണ്? മുത്തുനബി ഒരു ദിവസം പരിചയപ്പെടുത്തി. ഭൂലോക മുതലാളി ആരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി വആമിനൻ ഫീ സിർബിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ. ദുന്യാവ് മുഴുക്കെ കൈവശപ്പെടുത്തിയ, ദുന്യാവ് മൊത്തമായി കൈവശപ്പെടുത്തിയ മുതലാളിയെ പോലെയാണ്. ആര്? 3 അനുഗ്രഹം കിട്ടിയവൻ. 3 അനുഗ്രഹങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടെങ്കിൽ അവനെ ഭൂലോക മുതലാളി എന്ന് വിളിക്കണം. ആരാണത്? മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി. 1, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം എനിക്ക് പറയത്തക്ക രൂപത്തിലുള്ള രോഗങ്ങളൊന്നുമില്ല, ശരീര സുഖത്തോടെ ഒരാൾ നേരം പുലർന്നാൽ, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി, എനിക്കിന്ന് അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ വേദനയും ചെറിയ പ്രയാസങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. ചിലപ്പോ തലവേദന ഉണ്ടാകും, ചെറിയൊരു പനി ഉണ്ടാകും, ചെറിയ ജലദോഷം ഉണ്ടാകും. അതൊന്നും ഇതിൽ പെടൂല. കാരണം അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂലെന്ന്. എണീച്ച് നടക്കാൻ പറ്റാത്ത അസുഖങ്ങളൊന്നും എനിക്കില്ല, അത്രേ അതിന് അർത്ഥമുള്ളൂ. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി വആമിനൻ ഫീ സിർബിഹി. ഞാൻ സഞ്ചരിക്കുന്ന ഇടവഴികളിലൊക്കെ ഞാൻ ഇന്ന് നിർഭയനാണ്, നിങ്ങൾ നിർഭയരാണ്. പക്ഷെ ആ നിർഭയത്വം നമുക്കും നഷ്ടപ്പെടുകയാണ് എന്നാ ഞാൻ പറയുന്നത്. യുദ്ധം തുടങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥ അതാണ്. നമുക്കും അത് നഷ്ടപ്പെടും. ആർക്കും സുഖം ഉണ്ടാവില്ല. യുദ്ധം തുടങ്ങിയാൽ നമുക്കും സുഖം ഉണ്ടാവൂല, മറുപക്ഷത്തുള്ള രാജ്യക്കാർക്കും സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് നേരെ അക്രമം അഴിച്ചുവിടുമ്പം മറ്റു രാജ്യക്കാരത് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? രാജ്യത്ത് അസമാധാനത്തിന്റെ വിത്തുകൾ പാകാൻ പാടില്ല. യുദ്ധത്തിന് കോപ്പുകൾ ഒരുക്കാൻ പാടില്ല. അതിന് കാരണമാകുന്ന ഒരു പ്രവർത്തനവും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു നാടിനെതിരെയോ ഒരു ജനതക്കെതിരെയോ അയൽ പ്രദേശങ്ങൾക്കെതിരെയോ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും സമാധാനത്തിന്റെ ആളുകളാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവസാനിപ്പിക്കുന്നു. 10:40 പ്രഭാഷണം അവസാനിപ്പിക്കുക എന്ന് കരുതിയാ തുടങ്ങിയത്. 10:39 എനിക്ക് പൊതുവെ എൻ്റെ ഒരു ശൈലി, എപ്പോഴാ സമയം പറഞ്ഞത് അവിടെ വെക്കും, തീർന്നാലും തീർന്നില്ലെങ്കിലും അവിടെ നിർത്തും. അതുകൊണ്ട് മിനദ്ദുലുമാതി ഇലന്നൂർ, അതാ നമ്മൾ പറഞ്ഞു വരുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ദുലുമാത്തിൽ നിന്ന്, ഇരുളുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞല്ലോ. ആ നയിക്കുന്നത്, ആ ലീഡിങ് എങ്ങനെയാണ് എക്സാമ്പിളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ജസ്റ്റ് എണ്ണുന്നേ ഉള്ളൂ. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ലീഡ് ചെയ്ത ഖുർആനെ വായിക്കാൻ കഴിയും.
അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ അടിമകളായിപ്പോയെങ്കിൽ അവരെ മോചിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ആ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവാചകന്റെ ദൗത്യം തന്നെ മൂസ നബിക്ക് അല്ലാഹു ഏൽപ്പിച്ചത് നിങ്ങൾ ഇവർക്ക് തൗഹീദ് പഠിപ്പിക്കുകയും ഇവരെ അടിമച്ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുകയും വേണമെന്നാണ്. പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ആയത്തുകളിലേക്ക് കടന്നു വരാത്തത്. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കടന്നു തീർക്കേണ്ട ഒരു കടമ്പയാണ്. ഇസ്ലാം എന്ന ഇസ്ലാമിക സംവിധാനം, ഇസ്ലാം എന്ന സംവിധാനം, ആ സംവിധാനത്തെ ഒരു കടമ്പയോട് ഉപമിപ്പിച്ച്, ആ കടമ്പ എന്താ കണ്ണും മൂക്കും നാക്കുമുള്ള മനുഷ്യൻ കടന്നു തീർക്കാത്തത് എന്ന് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ എന്ന ആയത്തിന് പിറകിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഫലഖ്തഹമൽ അഖബ എന്നിട്ട് പറഞ്ഞു ഏതാണ് ആ കടമ്പ എന്നറിയോ? ഫഖു റഖബത്തിൻ. അത് തുടങ്ങുന്നത് നമ്പർ 1 അടിമമോചനമാണ്. അടിമമോചനാണ് ആദ്യമായിട്ട് പറയുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും യാദൃശികമായി അടിമച്ചങ്ങലയിൽ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കണം. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ പറയണമെന്നും കരുതിയതാണ്. ഫിഖ്ഹിന്റെ ചില മസലകളൊക്കെ പറഞ്ഞാൽ അത്ഭുതപ്പെടും. അടിമമോചനത്തിന് ഇസ്ലാം എത്ര വലിയ പ്രാധാന്യം കൊടുത്തതെന്ന് അപ്പോഴാണ് ശരിക്കും ബോധ്യപ്പെടുക. പിന്നെ സ്ത്രീ വിരുദ്ധതയായിരുന്നു പറഞ്ഞിരുന്നത്. സ്ത്രീ വിരുദ്ധതയിൽ നിന്ന് സ്ത്രീ ശാക്തീകരണത്തിലേക്ക് കടക്കുന്ന വിശുദ്ധ ഖുർആൻ, സ്ത്രീ സമൂഹത്തെ ശാക്തീകരിക്കുന്ന ഖുർആനെ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പറയുന്നുണ്ട് മാംസക്കച്ചവടം നടത്തുന്നവർക്കെതിരെ ശക്തമായി, പെൺവാണിഭം നടത്തുന്നവർക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു. സമയമല്ല പറയാൻ. സൂറത്തു നൂറിലെ ആയത്താണ്. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ ഇൻ അറദ്ന തഹസ്സുനൻ ലിതബ്തഗു അറദൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിന്റെ 10 റുപ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനമായി ജീവിക്കണം, മാന്യമായി മാനം സംരക്ഷിച്ചു ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺപിള്ളേരെ നിങ്ങൾ പെൺവാണിഭത്തിന് നിർബന്ധിക്കരുത്, വൃത്തികേടുകൾക്ക് നിർബന്ധിക്കരുത് എന്ന് പെൺവാണിഭം നടത്തുന്നവരോട് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കല്ലേ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ നയിക്കുന്നത്. സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് സാമ്പത്തിക ശുദ്ധിയിലേക്ക് നയിച്ചു. പലിശ ഹറാമാക്കി. വലാ തഅകുലുർ റിബാ അദ്അഫൻ മുദാഅഫ, പലിശ തിന്നരുത് എന്ന് പറഞ്ഞു. ചൂഷണങ്ങളുടെ എല്ലാ വാതിലുകളും അടച്ചു. ഒരു കാരണവശാലും സമ്പത്ത് നിങ്ങളിലെ സമ്പന്നരിൽ മാത്രം അത് ചുറ്റിത്തിരിയരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതെല്ലാവരിലേക്കും എത്തണം. മുതലാളിത്തത്തിനെതിരെ വിശുദ്ധ ഇസ്ലാം സംസാരിച്ചു. ക്യാപിറ്റലിസത്തിനെതിരെ ഒക്കെ ഞാൻ പറയാൻ കരുതിയിരുന്ന വിഷയമാണ്. തൽക്കാലം അവസാനിപ്പിക്കുന്നു. വ്യഭിചരിക്കരുത്. ലൈംഗിക രാജകത്വത്തിൽ നിന്ന് ലൈംഗിക വിശുദ്ധിയിലേക്ക് കൈപിടിച്ചു നടത്തുന്നു വിശുദ്ധ ഖുർആൻ. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിന്റെ 4 അയലത്ത് പോലും നിങ്ങൾ പോകരുതേ പറഞ്ഞു. മദ്യലഹരി എന്നിത്യാദി വസ്തുക്കളിൽ മൊത്തം അല്ലാഹു തആല സമനില തെറ്റിപ്പോകരുത് എന്ന് പറഞ്ഞ് സമനിലയുടെ മുറ്റത്തേക്ക്, തിരുമുറ്റത്തേക്ക് കൈപിടിച്ചാനയിക്കുന്നു. ശുദ്ധ ഖുർആൻ പറയുന്നു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഇതൊക്കെ ചെകുത്താന്റെ ദുഷിച്ച വേലകളാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച് എവിടെയും ഒരു മുക്കിലും മൂലയിലും മുസ്ലിമിന്റെ ജീവിതം തപ്പിത്തെരഞ്ഞാൽ, എവിടെ അന്വേഷിച്ചാലും ഒരു ചെറിയ ഇരുട്ട് പോലുമില്ലാതെ സഹാബത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആന്റെ ആജ്ഞാനുവർത്തികളായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തി.
എന്നിട്ട് ഖുർആൻ പറഞ്ഞു, എന്തിനാണ് ഈ ഖുർആൻ വെച്ച് മുത്തുനബി നിങ്ങളെ ഇങ്ങനെ പളുങ്കുകളാക്കി തങ്കങ്ങളാക്കി മാറ്റിയതെന്ന് നിങ്ങൾക്കറിയോ? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളാണ് ഇനി ലോകത്തിന് മാതൃകയാവേണ്ടത്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, മുത്തുനബി നിങ്ങൾക്ക് സാക്ഷിയാകുന്നു, പ്രമാണമാകുന്നു. മുത്തുനബി കാണിച്ചു തന്ന വഴി നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങൾ കാണിച്ചു തന്ന വഴി ജനങ്ങൾ സ്വീകരിക്കണം. ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അല്ലാഹു മുത്തുനബിയെ അനുധാവനം ചെയ്ത സ്വഹാബത്തിനെ പിൻപറ്റി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നീണ്ട ഒരു പുരുഷായുസ് ദീനീ ഖിദ്മയിലും ബഹുമാനപ്പെട്ട മദനി തങ്ങളുടെ ഖിദ്മയിലും ഇവിടെ ജീവിച്ച് ദീനീ ഉലൂമുകളുടെ ഖിദ്മയിലും തർബിയത്തിന്റെയും നമ്മുടെ ആത്മീയ നിയന്ത്രണത്തിന്റെയും ഒക്കെ ജീവിതം നയിച്ച വന്യരായ താജുൽ ഉലമ തങ്ങൾ, അവരുടെ മദദ് ഈ സദസ്സിന് അല്ലാഹു നൽകട്ടെ. യാ അല്ലാഹ്, ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഈമാനേറ്റി തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മദനി തങ്ങളുടെ ആ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇവിടെ സംസാരിച്ചത് വിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങളെ കുറിച്ചാണ്. അല്ലാഹുവേ, നീ അത് ഖബൂലാക്കണേ അല്ലാഹ്. ഞാൻ നീട്ടി ദുആ ചെയ്യുന്നില്ല, കാരണം ദുആ ഇനി രണ്ടാമത്തെ പ്രഭാഷകൻ ദുആ ചെയ്തുകൊള്ളും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് നല്ല നിലയിൽ പ്രഭാഷണം നടത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവറുകൾ നിങ്ങളെ അഭിസംബോധനം ചെയ്യും എന്ന് നിങ്ങൾ അറിയിക്കുന്നു. എനിക്ക് പോകാനുള്ളത് കൊണ്ടാണ് ആദ്യത്തിലാക്കിയത്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരുളു നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക്